ശ്രീഗുരുഭ്യോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഏറ്റവും സമാരാധ്യരായ ഗുരുജനങ്ങളെ, കോട്ടയം തൃക്കൈക്കാട്ട് സ്വാമിയാർ മഠത്തിൻ്റെ പവിത്രമായ ഈ അങ്കണത്തിൽ കഴിഞ്ഞ വർഷം ഏറ്റവും സമുചിതമായി ഇവിടെ നടന്ന ശ്രീമദ് ഭാഗവത സത്രത്തിൻ്റെ അനുരണനങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. യാതൊരു തടസ്സങ്ങളുമില്ലാതെ നിരന്തരമായിട്ട് അന്തരങ്ങളില്ലാതെ ഈ സ്വാമിയാർ മഠത്തിൻ്റെ അങ്കണം ഇന്ന് സത്സംഗങ്ങളുടെ വേദിയായി മാറിയിട്ടുണ്ട്. എത്രയോ വലിയ മഹർഷിമാരുടെ, വലിയ ഒരു സന്യാസി പരമ്പരയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഒരു ക്ഷേത്രാങ്കണം, ഒരു പവിത്രമായ ആശ്രമ അന്തരീക്ഷം എത്രയോ കാലം ചാരം മൂടിക്കിടന്നിരുന്നെങ്കിലും അതിൻ്റെ രത്നശോഭയ്ക്ക് തീരെ കുറവില്ലാതെ ഇന്ന് കോട്ടയത്ത് ഏതു വിധത്തിലുള്ള ആധ്യാത്മിക സത്സംഗ വേദികൾക്കും വേദിയായി ഏറ്റവും ശോഭയോടെ നിലകൊള്ളുന്നു എന്നത് നമുക്കെല്ലാവർക്കും ഏറ്റവും അധികം സന്തോഷം തരുന്നുണ്ട്, ധന്യത തരുന്നുണ്ട്. അങ്ങനെയുള്ള ഈ ആശ്രമ അന്തരീക്ഷത്തിൽ ശ്രീമന്നാരായണീയത്തെ അധികരിച്ച് ഒരു തത്വവിചാര സത്രം സംഘടിപ്പിക്കാൻ സാധിച്ചതും നമ്മുടെയൊക്കെ ഭാഗ്യാതിരേകം കൊണ്ടാണ്. അല്ലെങ്കിൽ ആ മഹർഷി പരമ്പരയുടെ, വലിയ സന്യാസി പരമ്പരയുടെ തപസ്സിൻ്റെ അനുരണനമാണ് എന്നത് സംശയമില്ല. എത്രയോ മഹാഭാഗവതന്മാർ അലങ്കരിച്ച വേദിയാവും, എത്രയോ മഹാഭാഗവതന്മാർ തങ്ങളുടെ തപസ് അനുഷ്ഠിച്ച അന്തരീക്ഷമാണ്. അവിടെ ഇങ്ങനെ ഒരു സത്രം സംഘടിപ്പിക്കാൻ സാധിച്ചത് അവരുടെയൊക്കെ തപസ്സിൻ്റെ പുണ്യലേശം കൊണ്ട് തന്നെയാണ്, സംശയമില്ല. ഇന്ന് ശ്രീമദ് നാരായണീയത്തിലെ, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രചിച്ച ശ്രീമദ് നാരായണീയത്തിലെ കഥകളുടെ അനുസ്മരണങ്ങളൊക്കെ രാവിലെ മുതൽ നടന്നു വന്നു. അതിനുശേഷം ശ്രീകൃഷ്ണാവതാരം പാരായണം ചെയ്തു. അതിനുശേഷം ഈ കൃഷ്ണാവതാരത്തെക്കുറിച്ച് നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാനുള്ള, വിചാരം ചെയ്യാനുള്ള വേദിയാണ് ഇന്നിവിടെ ഉള്ളത്. മനുഷ്യജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം, ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് യാതൊരു സംശയമില്ല, നമ്മുടെ ദുഃഖങ്ങളൊക്കെ ഇല്ലാതെ ആവണം. ഇതാണ് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം. നമ്മളൊക്കെ ജീവിതത്തിൽ വളരെയധികം ക്ലേശിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സുഖം കിട്ടാൻ വേണ്ടിയിട്ട്, ദുഃഖങ്ങളൊക്കെ ഇല്ലാതെ ആവാൻ വേണ്ടിയിട്ട്. പകലന്തിയോളം ജോലി ചെയ്ത് ധനം സമ്പാദിച്ച് ഗൃഹസ്ഥ ജീവിതം നയിച്ച്, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ദുഃഖങ്ങളില്ലാതെയാവണം. ദുഃഖങ്ങളില്ലാതെയാവുന്ന അവസ്ഥയാണ് സുഖം. യാതൊരു വിധത്തിലുള്ള ദുഃഖങ്ങളും ഇല്ലാത്ത
യാതൊരു തടസ്സവുമില്ലാത്ത സുഖം അനുഭവിക്കുന്ന അവസ്ഥയാണ് ഭാരതീയ വേദാന്തം മോക്ഷം എന്ന് വ്യവഹരിച്ചത്. മോക്ഷം എന്ന വാക്കുകൊണ്ട് ഭാരതീയ വേദാന്തം നമ്മെ ഉദ്ബോധിപ്പിച്ചത് വേറൊന്നുമല്ല, ദുഃഖങ്ങളില്ലാത്ത അവസ്ഥയാണ്. ദുഃഖത്രയത്തിന്റെ അത്യന്ത വിനാശമാണ്, അത്യന്തനാശമാണ്. 3 കാലത്തിലും യാതൊരു വിധത്തിലുള്ള ദുഃഖങ്ങളും ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥയാണ് മോക്ഷം, കൈവല്യം. അതിനെയാണ് സുഖം എന്ന് വിളിക്കുക, ആത്മസുഖം എന്ന് വിളിക്കുക. ഈ മോക്ഷമാണ് ജീവിതത്തിൽ ആത്യന്തികമായി നേടിയെടുക്കേണ്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, സംശയമില്ല. എത്രയോ കാലം നമ്മൾ ആധ്യാത്മിക സത്സംഗങ്ങൾ കേട്ടതാണ്, എത്രയോ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പഠിച്ചതാണ്, എത്രയോ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ കേട്ടതാണ്. അവിടെ നിന്നൊക്കെ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട് ഈ അറിവ്. എന്താണത്? മനുഷ്യജീവിതം കൊണ്ട് സാധിക്കേണ്ടത് ചതുർവർഗമാണ്, അല്ലെങ്കിൽ ഏറ്റവും പരമമായി മോക്ഷമാണ്, സംശയമില്ല. ഈ മോക്ഷം നേടാൻ എന്താണ് വഴി? എന്താണ് മോക്ഷം നേടാനുള്ള, അല്ലെങ്കിൽ മോക്ഷം എന്ന അവസ്ഥയിലെത്താൻ, ദുഃഖത്രയങ്ങളെ ഇല്ലാതെയാക്കാൻ എന്താണ് മാർഗം? മാർഗം എന്താണെന്ന് ചോദിച്ചാൽ ഭാരതീയ ആധ്യാത്മികത നമ്മോട് ഒരുപാട് മാർഗങ്ങൾ ഉപദേശിച്ചു തന്നിട്ടുണ്ട്, എത്രയോ വഴികളിൽ. ഉപനിഷത്തുകൾ ഉപദേശിക്കുന്ന ജ്ഞാനമാർഗമുണ്ട്, മീമാംസാദി ശാസ്ത്രങ്ങൾ ഉപദേശിക്കുന്ന കർമ്മമാർഗമുണ്ട്, ധ്യാനമാർഗമുണ്ട്, യോഗമാർഗമുണ്ട്. ഇങ്ങനെ എത്ര മാർഗങ്ങളാണ് ഭാരതീയ ആധ്യാത്മികത നമുക്ക് ഉപദേശിച്ചു തരിക ദുഃഖത്രയങ്ങളെ നശിപ്പിക്കാൻ. അപ്പോൾ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ദുഃഖത്രയങ്ങൾ നശിക്കലാണ് ലക്ഷ്യം. അതിനുള്ള മാർഗങ്ങൾ നിരവധി നമുക്ക് ഉപദേശിച്ചു തരുന്നുണ്ട് ഭാരതീയ ആധ്യാത്മികത. അക്കൂട്ടത്തിൽ ഒരു മാർഗമാണ് ഭക്തി എന്നത്. അതും നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട്. പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ ഒക്കെയും നമ്മോട് ഭക്തിയെക്കുറിച്ചിട്ട് സംസാരിക്കും. അപ്പോൾ മോക്ഷസാധകങ്ങളാണ് ഈ പറഞ്ഞവയൊക്കെ. ജ്ഞാനമാവട്ടെ, കർമ്മമാവട്ടെ, ഭക്തിയാവട്ടെ, ധ്യാനമാവട്ടെ, ഇതിലേതും മോക്ഷസാധകമാണ്, സംശയമില്ല. ഇതൊക്കെ മോക്ഷത്തെ സാധിച്ചു തരുന്നവയാണ്. അങ്ങനെ പല വഴികൾ ഉപദേശിച്ചു തന്നാൽ നമുക്ക് വീണ്ടും സംശയമാവും, ഞാൻ ഇതിൽ ഏത് വഴി പോകണം? അതാണ് നമ്മുടെ പ്രശ്നം. ഒരൊറ്റ വഴിയുള്ളൂ, ഈ വഴി അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ട്. ഇതങ്ങനെയല്ല, എത്രയോ മാർഗങ്ങളാണ് കാണിച്ചു തരിക. ഒരു പക്ഷേ ഭാരതീയ ആധ്യാത്മികതയുടെ ഒരു പ്രത്യേകത തന്നെ അതാണ്. ഒറ്റ വഴി മാത്രമല്ല നമുക്ക് ഉപദേശിച്ചു തരിക, നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച്, നമ്മുടെ ശരീരത്തിനനുസരിച്ച്, നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് ഏതു വഴിയാണോ തിരഞ്ഞെടുക്കാൻ ആഗ്രഹമുള്ളത് ആ വഴിയിലൂടെ സഞ്ചരിക്കാം. ലക്ഷ്യം എന്തേ ഉള്ളൂ? ദുഃഖത്രയങ്ങൾ ഇല്ലാതെയാവുക, മോക്ഷം നേടലാണ് ലക്ഷ്യം. മേൽപ്പത്തൂരിന് മാത്രം ഈ കാര്യത്തിൽ യാതൊരു സംശയവും വന്നിട്ടില്ല. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. യാതൊരു സംശയവുമില്ലാതെ നമ്മോട് പറഞ്ഞു തരാണ്, നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം. കർമ്മയോഗം എന്ന് പേരുള്ള സ്വധർമാനുഷ്ഠാനത്തിലൂടെ സഞ്ചരിക്കുന്ന വഴി മോക്ഷത്തെ സാധിച്ചു തരും, സംശയമില്ല. ഇനി ഉപനിഷത്തുക്കൾ ഉപദേശിച്ചു തരുന്ന ജ്ഞാനത്തിന്റെ വഴി, അതും മോക്ഷത്തെ സാധിച്ചു തരും, സംശയമില്ല. പക്ഷേ ത്വത്പ്രേമാത്മക ഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. ത്വത്പ്രേമാത്മക ഭക്തിരേവ, ഭഗവാനോടുള്ള പ്രേമമാകുന്ന ഭക്തി മാത്രമാണ് സ്വാദീയസി ശ്രേയസി. സ്വാദുള്ളതുമാണ്, ശ്രേയസ് ഉണ്ടാക്കുന്നതുമാണ്. രണ്ടുമുണ്ട്.
മറ്റ് രണ്ട് മാർഗങ്ങളും അല്ലെങ്കിൽ മറ്റുപദേശിച്ചു തന്നിരിക്കുന്ന മാർഗങ്ങളിലൊക്കെയും ക്ലിഷ്ടതയുണ്ട്. അത്യായാസകരാണി കർമ്മപടലാന്യാചര്യ നിര്യന്മല ബോധേ ഭക്തിപഥേധവാപ്യുചിതതാമായന്തികിം താവത ക്ലിഷ്ട്വ തർക്കപഥേ പരം തവ വപുർബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിസിദ്ധ്യന്തി ജന്മാന്തരൈ. എത്രയോ ജന്മാന്തരങ്ങളെ കൊണ്ടാണ് ഈ പറഞ്ഞ കർമ്മമാർഗത്തിലോ ജ്ഞാനമാർഗത്തിലോ ഒക്കെ സഞ്ചരിച്ച് ക്ലേശിച്ചാണ് ഈ മാർഗങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കുക. സ്വധർമാനുഷ്ഠാനത്തിലൂടെ മോക്ഷം നേടാമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ജനകാദികളൊക്കെ നമുക്ക് പ്രമാണമാണ്. പക്ഷേ സ്വധർമാനുഷ്ഠാനത്തിലൂടെ മാത്രം മോക്ഷത്തിലേക്ക് എത്താൻ ക്ലേശിക്കേണ്ടി വരും. ബ്രഹ്മജ്ഞാനം കൊണ്ട് മോക്ഷം സാധിക്കാമെന്നുള്ളതും നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ ക്ലേശിക്കേണ്ടി വരും. ഇനി ഇതൊക്കെ ചെയ്താലും ആത്യന്തികമായി വേണ്ടതെന്താണ്? മോക്ഷത്തിന് തൊട്ടു മുൻപ്, കൈവല്യം സാധിക്കുന്നതിന് തൊട്ടു മുൻപ് നമ്മുടെ അവസ്ഥ എന്തായിരിക്കണം? ചിത്താർദ്രത്വം. സാധിക്കേണ്ട അവസ്ഥ ചിത്താർദ്രത്വമാണ്. ചിത്താർദ്രത്വം ഉണ്ടാവണം. മനസ്സിൽ ആർദ്രത ഉണ്ടാവണം. എത്ര കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും, ഏതൊക്കെ ഉപനിഷത്തുകൾ പഠിച്ചാലും, എത്ര കൊല്ലം ഗുരുവിന്റെ കീഴിൽ വേദാന്തം അഭ്യസിച്ചാലും മോക്ഷം സാധിക്കണമെങ്കിൽ എന്ത് വേണം? ചിത്താർദ്രത്വം വേണം. ചിത്താർദ്രത്വം ഇല്ലാതെ മോക്ഷത്തിലേക്ക് കടക്കാമെന്നുള്ള ധാരണ വേണ്ട. ആ സ്ഥാനത്തെത്തിയിട്ടേ മോക്ഷത്തിലേക്ക് കടക്കാൻ പറ്റൂ. ഈ ചിത്താർദ്രത്വം ഉണ്ടാകാൻ ത്വത്പ്രേമാത്മക ഭക്തിയേക്കാൾ മനോഹരമായിട്ട്, സ്വാദുള്ളതായിട്ട്, ശ്രേയസ്സുള്ളതായിട്ട് വേറെ ഒന്നും മേൽപ്പത്തൂർ കണ്ടിട്ടില്ല. അത്രയ്ക്ക് പരമഭാഗവതനായിരുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എന്ന് സാർ. എന്തുകൊണ്ട് ഭാഗവതത്തെ സ്വീകരിക്കാതെ നമ്മൾ ഈ സത്രത്തിൽ, ഈ തത്വവിചാരത്തിന് നാരായണീയത്തെ സ്വീകരിച്ചു? ഭാഗവതം മോശമായതുകൊണ്ടല്ല, മറ്റ് ഗ്രന്ഥങ്ങളൊന്നും മോശമായതുകൊണ്ടല്ല. ഭക്തിയുടെ ഈ പാരമ്യത്തെ, ഭക്തി കൊണ്ട് സാധിക്കേണ്ട ചിത്താർദ്രത്വത്തെ സ്വജീവിതം കൊണ്ട്, അനുഷ്ഠാനം കൊണ്ട്, ആചരണം കൊണ്ട് ആചരിച്ചു കാണിച്ച ആചാര്യനാണ് മേൽപ്പത്തൂർ. അങ്ങനെയുള്ള മേൽപ്പത്തൂരിന്റെ ഗ്രന്ഥമാണ് ചർച്ചയ്ക്ക് നമ്മൾ സ്വീകരിച്ചത്. ഇപ്പൊ ഭക്തി കൊണ്ട് നേടേണ്ട ചിത്താർദ്രത്വത്തെ, മനസ്സിന്റെ ആർദ്രീഭാവത്തെ നേടിയ ആചാര്യനാണ്. അത് ആചരിച്ചിട്ടാണ് നമ്മോട് ഉപദേശിച്ചത്. ത്വത്പ്രേമാത്മക ഭക്തിരേവ സതതം സ്വാധീയസി ശ്രേയസി. എവിടെയെങ്കിലും കേൾവി കൊണ്ട് പറഞ്ഞെന്നല്ല, എന്റെ ജീവിതം നോക്കിക്കോളൂ, ഈ ജീവിതം കണ്ടാൽ നിങ്ങൾക്കറിയാം ത്വത്പ്രേമാത്മക ഭക്തിരേവ സതതം സ്വാധീയസി ശ്രേയസി. അങ്ങനെ ഉപദേശിച്ചു തരുന്ന ആചാര്യനാണ് മേൽപ്പത്തൂർ. അങ്ങനെയുള്ള ആചാര്യന്മാരുടെ സമീപം ചെല്ലുമ്പോഴാണ് നമുക്ക് ജ്ഞാനം ഉണ്ടാവുക, നമുക്ക് വിവേകം ഉണ്ടാവുക, തിരിച്ചറിവുണ്ടാവുക. അതുകൊണ്ടാണ് ശ്രീമദ് നാരായണീയം എന്ന ഗ്രന്ഥത്തെ സ്വീകരിച്ചത് ഈ തത്വസമീക്ഷയ്ക്ക്, തത്വവിചാരത്തിന്. മേൽപ്പത്തൂരിന്റെ പ്രത്യേകതയും ഇവിടെ അനുസ്മരിക്കപ്പെട്ടിട്ടുണ്ട്. ഭക്തിയാണ് ചിത്താർദ്രത്വത്തിന് ഹേതു എന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചു. അതിന് തന്റെ വിഭക്തി പോലും അദ്ദേഹം സമർപ്പിച്ചു എന്നുള്ളത്. ഭക്തിയും വിഭക്തിയും ഒരുപോലെ മേളിച്ചു വരുന്ന ആചാര്യന്മാരെ ചുരുക്കേ കാണാറുള്ളൂ. ശാസ്ത്രപാണ്ഡിത്യം, കാവ്യപ്രതിഭ രണ്ടും കൂടി ഒരാളിലുണ്ടാവുന്നത് വളരെ കുറവാണ് ഭാരതത്തിൽ കണ്ടിട്ടുള്ളത്. ശാസ്ത്രപാണ്ഡിത്യം നേടിയ ഒരുപാട് പണ്ഡിതന്മാരെ നമുക്കുണ്ടായിട്ടുണ്ട്. എണ്ണമെടുത്താൽ വിരലിൽ എണ്ണാൻ പറ്റാത്തത്ര പണ്ഡിതന്മാരെ നമുക്ക് എണ്ണാം. കവികളെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ശ്രേഷ്ഠന്മാരായ, പ്രതിഭ കൊണ്ട് മികച്ചു നിൽക്കുന്ന കവികളെ നമുക്ക് വിരലിലെണ്ണാം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് സഞ്ചരിക്കുന്ന പ്രതിഭകളെ അപൂർവമായിട്ടേ കാണാൻ കിട്ടാവുള്ളൂ.
വടക്കൻകൂർ രാജരാജവർമ്മയൊക്കെ പറയും, കേരള സംസ്കൃത സാഹിത്യ ചരിത്രം എന്നുള്ള ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, കാവ്യാംഗനയെ ശാസ്ത്രകണ്ഠകിതമായ വഴിയിൽ കൂടി ഇത്ര സാമർഥ്യത്തോടെ നടത്തിക്കൊണ്ടുപോയിട്ടുള്ള ആചാര്യന്മാര്, പണ്ഡിതന്മാർ വേറെ ഉണ്ടാവില്ല. ശാസ്ത്ര പാണ്ഡിത്യം നേടുക അത്ര എളുപ്പമൊന്നുമല്ല, എളുപ്പമുള്ള കാര്യമാണെന്ന് ഉദ്ദേശിച്ചിട്ടുമില്ല. ശാസ്ത്ര പാണ്ഡിത്യം നേടുക ക്ലിഷ്ടം തന്നെയാണ്. പക്ഷേ കാവ്യാംഗനയെ, കാവ്യമാകുന്ന സുന്ദരിയെ ശാസ്ത്രങ്ങളുടെ മുള്ളു നിറഞ്ഞ വഴി കൂടി നടത്തിക്കൊണ്ട് അപ്പുറത്തെത്തിക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള ജോലിയല്ല. മേൽപ്പത്തൂർ എത്ര ഭംഗിയായിട്ടാണ് ഇതിനെ സമഞ്ജസിക്കുന്നതെന്നറിയും. നാരായണീയ കാവ്യം എടുത്താലാവട്ടെ, ധാതുകാവ്യം എടുത്താലാവട്ടെ, ഇനി മേൽപ്പത്തൂരിന്റെ മറ്റ് വ്യാകരണ ഗ്രന്ഥങ്ങളുണ്ട്, പ്രക്രിയാ സർവസ്വം പോലെയുള്ള, അപാഠനീയ പ്രാമാണ്യം പോലെയുള്ള മറ്റ് ഗ്രന്ഥങ്ങളുണ്ട്. ഇത് ഓരോന്നും എടുത്തു നോക്കിക്കോളൂ. ശാസ്ത്ര പാണ്ഡിത്യം മാത്രമല്ല അവിടെ കാണാൻ പറ്റുക, കവിപ്രതിഭയുടെ മിന്നലാട്ടങ്ങളും കാണാം മേൽപ്പത്തൂരിൽ ധാരാളം. അപ്പോൾ തൻ്റെ ശാസ്ത്ര പാണ്ഡിത്യത്തെയും തൻ്റെ കവിപ്രതിഭയെയും ഒക്കെ മേൽപ്പത്തൂർ ചെയ്തത് മറ്റൊന്നല്ല, സമർപ്പിക്കലാണ് ചെയ്തത്. തൻ്റെ പാണ്ഡിത്യത്തെയും കവിത്വത്തെയും ഒരുപോലെ ഭക്തിയിലേക്ക് ലയിപ്പിച്ച് ഭഗവാന്റെ മുൻപിലേക്ക് സമർപ്പിച്ചു മേൽപ്പത്തൂര്. അങ്ങനെയുള്ള ആചാര്യനാണ് മേൽപ്പത്തൂർ. അപ്പോൾ മോക്ഷസാധകമായിട്ടുള്ള ഏറ്റവും നല്ല വഴി ഭക്തിയാണെന്ന് ഉറപ്പുണ്ട്, അത് ജീവിതത്തിൽ പകർത്തിയിട്ടുമുണ്ട്. മാത്രമല്ല അതിനുവേണ്ടി താൻ ഹൃദിസ്ഥമാക്കിയിട്ടുള്ള ശാസ്ത്ര പാണ്ഡിത്യം, തൻ്റെ ഉള്ളിലുള്ള കവിപ്രതിഭ, ഇതൊക്കെ ഭക്തിയിലേക്ക് ലയിപ്പിച്ച് ഭഗവാനിലേക്ക് സമർപ്പിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അതാണ് മേൽപ്പത്തൂരിനെ പരമാചാര്യനാക്കുന്നത്. അങ്ങനെയുള്ള ശ്രീമന്നാരായണീയമാണ് തത്വവിചാരത്തിന് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളതെന്ന് സാർ. പൂന്താനത്തിന്റെ ഭക്തിയെ മാത്രമല്ല, മേൽപ്പത്തൂരിന്റെ വിഭക്തിയെയും ഭഗവാൻ ഇഷ്ടമായിരുന്നു. അങ്ങനെ പാണ്ഡിത്യത്തിന്റെ ഗർവിനെ ഭഗവാനിലേക്ക് ലയിപ്പിക്കുമ്പോഴാണ് ആചാര്യന്മാരാവുക, ഭാരതീയ ഋഷി പരമ്പരയുടെ ഗണത്തിലേക്ക് പെടുത്താൻ സാധിക്കുക. അങ്ങനെയുള്ള മേൽപ്പത്തൂരിന്റെ ഈ ഗ്രന്ഥം ചർച്ചയ്ക്കെടുക്കുമ്പോൾ മേൽപ്പത്തൂരിന്റെ ഈ ഭക്തിയെ അദ്ദേഹം തുറന്നു കാണിക്കും നാരായണീയത്തിലുടനീളം. അതിനെന്ത് വഴിയാ സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ, മേൽപ്പത്തൂരിന്റെ കഥകളൊക്കെ നമുക്കറിയാവുന്നതാണ്, അനുസ്മരിച്ചിട്ടുള്ളതാണ്. അതിനുള്ള വഴി എന്താ അദ്ദേഹം സ്വീകരിച്ചത്? ഒരു സംശയമില്ല അദ്ദേഹത്തിന്. സമസ്ത സാരേച പുരാണ സംഗ്രഹേ വിസംശയം ത്വന്മഹിമൈവ വർണ്യതേ. സമസ്ത പുരാണങ്ങളുടെയും സംഗ്രഹം മറ്റൊന്നുമല്ല, വിസംശയം, എനിക്ക് യാതൊരു സംശയവുമില്ല പറയാൻ. എന്താ അത്? ത്വന്മഹിമൈവ വർണ്യതേ. ഭഗവാന്റെ മഹിമയാണ് സമസ്ത പുരാണങ്ങളുടെയും സംഗ്രഹമായിട്ട് വർണ്ണിച്ചിട്ടുള്ളത്. എത്ര പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. ഇതിലൊക്കെയുള്ള വിഷയത്തെക്കുറിച്ച് മേൽപ്പത്തൂരിന് യാതൊരു സംശയമില്ല. ത്വന്മഹിമൈവ വർണ്യതേ, അങ്ങയുടെ മഹിമയാണ് വർണ്ണിക്കുക. അതുകൊണ്ട് എനിക്കും വേറെ ഉദ്ദേശമൊന്നുമില്ല, എൻ്റെ ഉദ്ദേശവും എന്തേ ഉള്ളൂ? ത്വന്മഹിമൈവ വർണ്യതേ, അങ്ങയുടെ മഹിമയെ തന്നെ വർണ്ണിക്കലാണ് എൻ്റെയും ഉദ്ദേശ്യം. അപ്പോൾ എൻ്റെ ഈ ഭക്തിയെ ഉറപ്പിക്കാൻ, ഭഗവാനോടുള്ള ഈ പ്രേമാതിരേകത്തെ ഉറപ്പിക്കാൻ എന്താണ് വഴി? ഭഗവാന്റെ മഹിമകളെ വർണ്ണിക്കുക. മഹിമകളെ, ഭഗവാന്റെ മഹിമകൾ. അപ്പൊ എന്തൊക്കെയാണ് ഭഗവാന്റെ മാഹാത്മ്യം? അതിനാണ് മേൽപ്പത്തൂര് അവതാര കഥകളെ വർണ്ണിച്ചത്. ഭഗവാന്റെ മാഹാത്മ്യങ്ങളാണ് ഭഗവാന്റെ ഓരോ അവതാരങ്ങളും. ഓരോ അവതാരങ്ങളും ഭഗവാന്റെ മാഹാത്മ്യങ്ങളാണ്. എന്താണ് അവതാരം എന്ന് വെച്ചാൽ? അവതാരം എന്നുള്ള വാക്കിന്, അവതരിക്കുക എന്ന വാക്കിന് ഇറങ്ങി വരിക എന്നൊക്കെയാണ്. താഴേക്ക് ഇറങ്ങുക, ഇറങ്ങി വരിക. അപ്പോൾ എന്താണ് അവതാരം എന്നുള്ള സങ്കല്പം? ഭഗവാൻ താഴേക്ക് ഇറങ്ങി വരിക. അപ്പൊ മോളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക എന്ന് വെച്ചാൽ ഭഗവാന്റെ ഇരിപ്പ് മുകളിലും നമ്മളൊക്കെ താഴെയും എന്നല്ല. പിന്നെയോ
ഐശ്വര്യം എന്ന അവസ്ഥയിൽ നിന്ന്, ഈശ്വരത്വം എന്നുള്ള അവസ്ഥയിൽ നിന്ന് മനുഷ്യത്വം എന്നുള്ള അവസ്ഥയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഭഗവാൻ. ഓരോ അവതാരത്തിലും ഭഗവാൻ എന്താ ചെയ്യുന്നത്? ഐശ്വര്യം എന്ന അവസ്ഥയിൽ നിന്ന്, ഈശ്വരന്റെ അവസ്ഥയിൽ നിന്ന് ഭഗവാൻ മനുഷ്യത്വത്തിലേക്ക്, ജന്തുത്വത്തിലേക്ക് ഇറങ്ങി വരും. അവതാരമാണ്. ഭഗവാന്റെ മഹാത്മ്യമല്ലേ ഇത്? മഹിമയല്ലേ ഇത്? അതാണ് ത്വന്മഹിമൈവ വർണ്ണ്യതേ, അങ്ങയുടെ മഹിമയാണ് വർണ്ണിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാന്റെ ഓരോ അവതാരങ്ങളും ഭഗവാന്റെ മഹിമയാണ്, മാഹാത്മ്യമാണ്. ഇനി അവതാരത്തിന് എന്താ കാരണം? അതും ഭഗവാൻ വ്യക്തമായിട്ട് ഗീതയിൽ പറഞ്ഞു തന്നു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അവനവനെ തന്നെ ഞാൻ സൃജാമ്യഹം, സൃഷ്ടിക്കും, അവതരിക്കും. എപ്പോഴാ? ധർമ്മസ്യ ഗ്ലാനിഹി യഥാ ഭവതി. ധർമ്മത്തിന് എവിടെവിടൊക്കെയാണോ ഗ്ലാനി സംഭവിക്കുന്നത്, ക്ഷീണം സംഭവിക്കുന്നത്, മോക്ഷസാധകമായിട്ടുള്ള കാര്യങ്ങളിൽ ധർമ്മം പരമപ്രധാനമാണ്. ധർമ്മം എന്ന വാക്ക് കഴിഞ്ഞ പ്രഭാഷണത്തിൽ ധർമ്മം എന്താണെന്ന്, രാമോ വിഗ്രഹവാൻ ധർമ്മഃ എന്ന വാക്യം കൊണ്ട് ധർമ്മം എന്താണ് എന്ന് ആചാര്യൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ധർമ്മമാണ്. ധർമ്മം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ധാരണം ചെയ്യുന്നതാണ്, നിലനിർത്തുന്നതാണ്. എന്തിനെ നിലനിർത്തുന്നതാണ്? ഈ പ്രപഞ്ചത്തെ, ഈ മനുഷ്യലോകത്തെ, ജന്തുലോകത്തെ, ഇതിന്റെ സംസ്കാരത്തെ, ഇതിന്റെ ഭാഷയെ, ഇതിന്റെ വ്യവഹാരത്തെ എന്ന് വേണ്ട ഇതിനെ സകലത്തിനെയും നിലനിർത്തുന്നതാണ് ധർമ്മം. നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ധർമ്മം. ധർമ്മത്തിന് ക്ഷീണം വന്നാൽ എന്താ സംഭവിക്കുക? നിലനിൽപ്പ് ഇല്ലാതെയാവും. നിലനിൽപ്പ് തന്നെ ഇല്ലാതെയാവും. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാവും, മനുഷ്യന്റെ നിലനിൽപ്പ് അപകടത്തിലാവും, ജന്തുക്കളുടെ നിലനിൽപ്പ് അപകടത്തിലാവും, വൃക്ഷങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാവും. ധർമ്മം നശിക്കുമ്പോഴാണ് നിലനിൽപ്പ് ഒക്കെ അപകടത്തിലാവുക. അങ്ങനെ ധർമ്മത്തിന് ക്ഷീണം വരുമ്പോൾ, നിലനിൽപ്പില്ലാതെയാവാൻ പോകുന്നു തോന്നുമ്പോഴാണ് ഭഗവാൻ എന്ത് ചെയ്യുക? അവതരിക്കുക. തന്റെ ഈശ്വരത്വം വിട്ട് മനുഷ്യത്വത്തിലേക്ക് ഭഗവാൻ അവതരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ അവതാരം? ധർമ്മത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട്, നിലനിർത്താൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിലനിൽപ്പില്ലാതെയാവുന്നു എന്ന് തോന്നുന്ന സമയങ്ങളിലൊക്കെ ഭഗവാനെ ഇങ്ങോട്ട് തന്നെ വരും, വന്നിട്ട് ഇതിനെ നിലനിർത്തും. കാരണം വേറെ ഒരാളില്ല ഇതിനെ ഒന്നും നിലനിർത്താൻ. നമ്മൾ വിചാരിച്ചാൽ ഇതൊന്നും നിലനിർത്തി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. അതുകൊണ്ട് ഭഗവാന്റെ ഓരോ അവതാരവും എന്തിനു വേണ്ടിയിട്ടാണ്? നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്, ധർമ്മത്തിന് വേണ്ടിയിട്ടാണ്. ധർമ്മത്തിന്റെ ഗ്ലാനി സംഭവിക്കുന്നിടത്തൊക്കെ ഭഗവാന്റെ അവതാരങ്ങൾ ഉണ്ടാവും. ഈശ്വരത്വത്തിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് വരും ഭഗവാൻ. ഓരോ അവതാരങ്ങളും നോക്കിക്കോളൂ. രാമാവതാരമായിക്കോട്ടെ, അവിടെയും ഭഗവാൻ ഈശ്വരത്വം വിട്ട് മനുഷ്യത്വത്തിലേക്കാണ് വന്നത്. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന അവസ്ഥകളൊക്കെ ഭഗവാനും അനുഭവിച്ച് കാണിച്ചു തരും. അങ്ങനെ അനുഭവിക്കുമ്പോൾ ഭഗവാൻ എന്താണോ ചെയ്യുന്നത്, നമ്മൾ എന്താണോ ചെയ്യുന്നത്, ആ വ്യത്യാസം ശ്രദ്ധിച്ചാൽ മതി. ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ അടിക്കടി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ധർമ്മം നിലനിർത്താൻ ഉദ്ദേശിക്കുന്ന ആൾ എന്താണോ ചെയ്യേണ്ടത് അതാണ് ഭഗവാൻ കാണിച്ചു തരും. ഉദാഹരണമായിട്ട് നമുക്ക് ആചരിച്ച് കാണിച്ചു തരാം. പറഞ്ഞു തന്നു കഴിഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ആചരിച്ച് കാണിച്ചത്. പാലാഴി വധനത്തിന്റെ സമയത്ത് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് ഇല്ലാതെയാവുന്നു തോന്നിയപ്പോൾ ഭഗവാൻ അവതരിച്ചു. ബലിയുടെ ദർപ്പം കൊണ്ട് നിലനിൽപ്പില്ലാതെയാവുന്നു തോന്നിയപ്പോൾ ഭഗവാൻ അവതരിച്ചു. ഓരോയിടത്തും നോക്കിക്കോളൂ. നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്, പ്രപഞ്ചത്തിന്റെ ധാരണത്തിന് വേണ്ടിയിട്ടാണ്, ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അവതാരം. ഈ അവതാര കഥകളെയാണ് മേൽപ്പത്തൂര് നാരായണീയത്തിൽ വർണ്ണിച്ചത്. അങ്ങനെ രാമാവതാരം വരെ വർണ്ണിച്ചു കഴിഞ്ഞു.
ഇനി അങ്ങോട്ട് ഈ നാരായണീയത്തിന്റെ സിംഹഭാഗവും കൃഷ്ണാവതാരത്തിന് വേണ്ടിയിട്ടാണ് നീക്കിവെച്ചിരിക്കുക. അപ്പൊ ഈ അവതാരത്തിന് മുൻപുള്ള അവതാരങ്ങളിൽ നിന്നൊക്കെ എന്തോ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് സാരം. ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ നേരം എടുക്കുന്നെങ്കിൽ ആ കാര്യത്തിന് എന്തോ പ്രാധാന്യം കൂടുതലുണ്ട്, അതുകൊണ്ടാണല്ലോ കൂടുതൽ വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ ഇത്രയധികം ദശകങ്ങൾ കൃഷ്ണാവതാരത്തെ വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് മേൽപ്പത്തൂർ എടുത്തത്. ഭാഗവതത്തിലാണെങ്കിലും ദശമത്തിലും ഏകാദശത്തിലായിട്ടാണ് ഏറ്റവും കൂടുതൽ അധ്യായങ്ങളുള്ളത്. അപ്പോൾ കൃഷ്ണാവതാരത്തിനാണ് എന്തോ പ്രാധാന്യം കൽപ്പിച്ചിട്ടാണ് ആചാര്യന്മാരൊക്കെ ഭാഗവതന്മാരൊക്കെ വർണ്ണിച്ചു വന്നിട്ടുള്ളത്. അപ്പൊ എന്താ കൃഷ്ണാവതാരത്തിന്റെ മാഹാത്മ്യം? കൃഷ്ണാവതാരത്തിന്റെ മാഹാത്മ്യം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന വാക്യത്തിലുണ്ട്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. എന്താ വാക്യത്തിന്റെ അർത്ഥം? കൃഷ്ണൻ എന്നത് ഭഗവാൻ സ്വയം അവതരിച്ചതാണ്. ഓരോ വാക്കിനുണ്ട് പ്രസക്തി. എന്താണ് കൃഷ്ണൻ എന്ന വാക്കിന്റെ പ്രസക്തി? ഭഗവാന്റെ ജനനം കഴിഞ്ഞ് അദ്ദേഹത്തിന് നാമകരണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഗർഗ മഹർഷി അദ്ദേഹത്തിനെ രഹസ്യമായിട്ട് നാമകരണം ചെയ്തു. നാമകരണം ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹത്തിന് തന്നെ സംശയമാണ്, കഥമസ്യ നാമകുർവേ സഹസ്രനാമനോ ഹ്യനന്തനാമനോ വാ. സഹസ്രനാമങ്ങളുണ്ട് ഇദ്ദേഹത്തിന്, അനന്തനാമങ്ങളുണ്ട്, എണ്ണിയാ തീരാത്ത നാമങ്ങളുണ്ട് ഇദ്ദേഹത്തിന് ഞാൻ എങ്ങനെയാണ് ഈ പേരിടുന്നത് എന്നൊക്കെ സംശയിച്ചെങ്കിലും അദ്ദേഹം ഇട്ട പേരെന്താ? കൃഷ്ണൻ എന്നാണ്. എന്താ പേരിന്റെ അർത്ഥം? കൃഷിധാതു നകാരാഭ്യാം സത്താനന്ദാത്മതാം കിലാഭിലപത് ജഗദഘകർഷിത്വം വാ കഥയദൃഷി കൃഷ്ണനാമത്തെ വ്യതനോത്. അങ്ങയ്ക്ക് കൃഷ്ണൻ എന്ന പേര് വ്യതനോത് ചെയ്തു. കൃഷ്ണൻ എന്ന പേര് ചെയ്തു. എങ്ങനെയാ പേരിട്ടത്? കൃഷിധാതു നകാരാഭ്യാം. 2 ഘടകങ്ങളാ പേരിന്. കൃഷ് എന്നുള്ള ധാതു, അതിനോട് നകാരം കൂടി ചേർത്തിട്ടാണ് കൃഷ്ണൻ എന്നുള്ള പേരിട്ടത്. എന്താ ഈ പേരിട്ടപ്പോ മഹർഷി ഉദ്ദേശിച്ചത്? ഒരു പേരിടുമ്പോ അതിന്റെ പിന്നിൽ ചില ഉദ്ദേശ്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒരാൾക്ക് രാമൻ എന്ന പേരിട്ടാൽ എന്താ അതിന്റെ അർത്ഥം? ഇയാൾക്ക് രാമനെ പോലെയുള്ള ഗുണങ്ങളൊക്കെ ഇയാൾക്കുണ്ടാവണം, അതുപോലെയുള്ള ഐശ്വര്യങ്ങളൊക്കെ ഇയാൾക്കുണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് രാമൻ എന്ന് പേരിടുന്നത്. അതുപോലെ കൃഷ്ണൻ എന്ന പേരിട്ടാൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശ്യം ഉണ്ടാവണമല്ലോ. എന്താണ് കൃഷ്ണൻ എന്ന പേരിട്ടപ്പോ ഋഷി ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാലോ, സത്താനന്ദാത്മതാം കിലാഭിലപത്. സത്ത, ആനന്ദം എന്നീ അർത്ഥത്തിലാണ് ഈ 2 വാക്കുകൾ ചേർത്ത് ഒരു പേരുണ്ടാക്കിയത്. കൃഷിധാതുവിന് സത്ത എന്ന അർത്ഥം എങ്ങനെ ഉണ്ടാവും? സത്ത എന്നുള്ള വാക്കിന് ഉണ്മ, നിലനിൽപ്പ് എന്നൊക്കെ അർത്ഥം. കൃഷിധാതുവിന് ഉണ്മ, ഉള്ള അവസ്ഥ, നിലനിൽക്കുന്ന അവസ്ഥ എന്നാണ് അർത്ഥം. ഇത് ബ്രഹ്മത്തിന്റെ വിശേഷമാണ്. ബ്രഹ്മം എന്താണെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയുക? ബ്രഹ്മം എന്താണെന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും? ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. ഉള്ളതാണ് ബ്രഹ്മം, ഒറ്റ വാക്കിൽ പറഞ്ഞു. അപ്പൊ സത്താണ് ബ്രഹ്മം. ഭഗവാൻ ഉള്ള അവസ്ഥയിലാണ് നിലനിൽക്കുക. അതുകൊണ്ട് കൃഷിധാതുവിന് സത്ത എന്നാണ് അർത്ഥം. ഇനി നകാരത്തിന് നിർവൃത്തി, ആനന്ദം എന്നൊക്കെ അർത്ഥം. ഈ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ? ജീവൻ മുക്തന്റെ അവസ്ഥ എന്താ? അത് ആനന്ദമാണ്. അതുകൊണ്ടാണ് ബ്രഹ്മത്തെ വിശേഷിപ്പിക്കുക. ബ്രഹ്മത്തിന്റെ സ്വരൂപ ലക്ഷണമായിട്ട് ഒറ്റ ലക്ഷണമേ വേദാന്തം പറയുന്നുള്ളൂ. സച്ചിദാനന്ദം ബ്രഹ്മ എന്ന ഒറ്റ സ്വരൂപ ലക്ഷണമേ വേദാന്തം പറയുള്ളൂ. സച്ചിദാനന്ദം ബ്രഹ്മ.
മറ്റൊക്കെ തടസ്ഥ ലക്ഷണങ്ങളാണ്. സച്ചിദാനന്ദം ബ്രഹ്മ. അപ്പോൾ ബ്രഹ്മം എന്നുള്ളത് സത്താണ്, ഉള്ളതാണ്, ആനന്ദമാണ് ബ്രഹ്മം. അതുകൊണ്ടാണ് കൃഷ്ണൻ ആ പേരിട്ടത്. കൃഷുധാതുവിനെയും നകാരത്തെയും കൂടി ചേർത്ത് കൃഷ്ണൻ എന്ന പേരിട്ടത്. ഇനി അതല്ലെങ്കിൽ മറ്റൊന്നുകൂടിയുണ്ട്, ജഗദഘകർഷിത്വം വാ. ജഗത്തിന്റെ, ലോകത്തിന്റെ ഒട്ടാകെ അഘകർഷിത്വം, അഘത്തെ, പാപത്തെ കർഷണം ചെയ്യാൻ, നശിപ്പിച്ചു കളയാൻ. കർഷണം ചെയ്യാൻ വെച്ചാൽ ഉഴുതുമറിക്കാൻ, നശിപ്പിച്ചു കളയാൻ. ജഗത്തിന്റെ മുഴുവൻ പാപങ്ങളെ നശിപ്പിക്കാൻ കൂടിയിട്ടാണ് കൃഷ്ണന്റെ അവതാരം. അതുകൊണ്ടും കൃഷ്ണൻ എന്ന പേര്. ജഗദഘകർഷിത്വം വാ. ഇങ്ങനെ രണ്ടർത്ഥത്തിലും കൃഷ്ണൻ എന്ന വാക്ക് അദ്ദേഹത്തിന് യോജിക്കുന്നു. ബ്രഹ്മസ്വരൂപമായിട്ടുള്ള, നിഷ്കള ബ്രഹ്മസ്വരൂപമായിട്ടുള്ള ഭഗവാന്റെ സകല സ്വരൂപമാണ് കൃഷ്ണന്റെ അവതാരം. അതുകൊണ്ട് അത് സത്താനന്ദാത്മകം ആണ്, കൃഷ്ണനാണ്. ഇനി അതുമല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പാപങ്ങളെയും ഞാൻ സ്വീകരിച്ച് നശിപ്പിച്ചോളാം എന്നാണ് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന വാക്ക്. ഭഗവാൻ നമുക്ക് തന്ന വാക്കാണ്, പ്രപഞ്ചത്തിലുള്ള സകല പാപങ്ങളെയും ഞാൻ സ്വീകരിച്ചിട്ട് ഞാൻ നശിപ്പിച്ചു കളഞ്ഞോളാം. ജഗദഘകർഷിത്വം വാ. അപ്പൊ കൃഷ്ണൻ എന്ന വാക്കിന്റെ തന്നെ പ്രാധാന്യം എത്രയുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. വെറുതെ ഒരു പേര്, കൃഷ്ണൻ എന്നൊരു പേരങ്ങ് ഇട്ടുകൊടുത്തതൊന്നും അല്ല എന്ന് സാധനം. വെറുതെ ഒരു പേരിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഇട്ടുകൊടുത്തതല്ല. ഇദ്ദേഹം ബ്രഹ്മത്തിന്റെ സ്വരൂപം തന്നെയാണ്, അതിന്റെ സകല സ്വരൂപമാണെന്നുള്ള ബോധ്യത്തോടെ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പാപങ്ങളെ ഇല്ലാതെയാക്കാൻ ജനിച്ചവനാണെന്നുള്ള ബോധ്യത്തോടെ, അതാണ് അവതാരത്തിന്റെ ലക്ഷ്യം. നേരത്തെ പറഞ്ഞതുപോലെ ധർമ്മത്തിന്റെ ഗ്ലാനി ഉണ്ടാവുമ്പോഴാണ് അവതാരം. ഇവിടെ പ്രപഞ്ചമാകെ പാപം ചെയ്ത് കൂട്ടുമ്പോൾ അതിനൊക്കെ നശിപ്പിക്കാൻ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അതിനാണ് അവതാരം. അങ്ങനെയാണ് കൃഷ്ണൻ അവതരിക്കുക. ആ കൃഷ്ണൻ എങ്ങനെയുള്ളവനാണെന്ന് ഭഗവാൻ. ആ കൃഷ്ണൻ ഭഗവാനാണ്. ആരാണ് ഭഗവാൻ? ഭഗങ്ങളുള്ളവനാണ് ഭഗവാൻ. ഭഗങ്ങളോട് കൂടിയവനാണ് ഭഗവാൻ. എന്തൊക്കെയാണ് ഭഗങ്ങൾ? 6 ഭഗങ്ങളാണുള്ളത്. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസശ്രിയഃ ജ്ഞാനവൈരാഗ്യശ്ചൈവ ഷണ്ണാം ഭഗ ഇതി സ്മൃതാഃ. ഇങ്ങനെ 6 ഭഗങ്ങളാണ് ഉള്ളത്. ഇത് ഓരോന്നും ഭഗവാന്റെ സ്വരൂപമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ഭഗവാന് ഉള്ള വിശേഷണങ്ങളാണ്. എങ്ങനെയാ? ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം. ഭഗവാന്റെ ഐശ്വര്യം എന്താണ്? ശങ്കരാദി ഈശ്വര വിനിയമനം. ശങ്കരാദികളായ ശങ്കരൻ, ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരുണ്ടല്ലോ, അവരുടെയൊക്കെ വിനിയമനം, അവരെയൊക്കെ നിയമിക്കുന്നത്, അവരെയൊക്കെ നിയന്ത്രിക്കുന്നത്, അവരെയൊക്കെ വേണ്ട വേണ്ട ജോലികളിലേക്ക് നിയുക്തരാക്കുന്നത് ആരാണ്? ഭഗവാനാണ്. അതാണ് ഭഗവാന്റെ ഐശ്വര്യം. ശങ്കരാദി ഈശ്വര വിനിയമനം. കേനോപനിഷത്ത് എന്നുള്ള ഉപനിഷത്ത് നമ്മുടെ മുമ്പിൽ അവതരിക്കുന്നത് തന്നെ കേന എന്നുള്ള ചോദ്യം കൊണ്ടാണ്. കേന എന്നുള്ള ചോദ്യം കൊണ്ടാണ്. ആര് ആഗ്രഹിച്ചിട്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നത്? ആരാഗ്രഹിച്ചിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്? ആരാഗ്രഹിച്ചിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ മഴയുണ്ടാവുന്നത്? ആരാഗ്രഹിച്ചിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ കൃഷി ഉണ്ടാവുന്നത്? ആരാഗ്രഹിച്ചിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ ജന്തുക്കൾ ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ കുറെ അധികം ചോദ്യങ്ങളോടെയാണ് കേനോപനിഷത്ത് നമ്മുടെ മുമ്പിൽ അവതരിക്കുക. ആരാഗ്രഹിച്ചിട്ടാണ്? ഇതാ ഉത്തരമുണ്ട്. ഐശ്വര്യം ശങ്കരാദി ഈശ്വര വിനിയമനം. ശങ്കരാദികളായിട്ടുള്ള
ഇന്ദ്രന്റെ ജോലി എന്താണ്? വർഷം നിലനിർത്തുക എന്നുള്ളത്, മഴയെ നിലനിർത്തുക, അതുവഴി കൃഷിയെ നിലനിർത്തുക. ഇത് ആര് പറഞ്ഞിട്ടാ? ഭഗവാൻ പറഞ്ഞിട്ടാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി പ്രക്രിയ മുഴുവൻ ബ്രഹ്മാവ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആര് പറഞ്ഞിട്ടാ? ഭഗവാൻ പറഞ്ഞിട്ടാണ്. ഇതിന്റെ സംഹാര പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശങ്കരൻ. ആര് പറഞ്ഞിട്ടാ? ഭഗവാൻ പറഞ്ഞിട്ടാണ്. ഓരോന്നും നോക്കിക്കോളൂ. ശങ്കരാദി ഈശ്വര വിനിയമനം, ഇതാണ് ഭഗവാന്റെ ഐശ്വര്യം. ഇനി വിശ്വതേജോഹരാണാം തേജഃ, രണ്ടാമത്തെ ഭാഗം തേജസ്സാണ്. തേജസ്, ഭഗവാന്റെ തേജസ് എങ്ങനെയുള്ളതാണ്? വിശ്വതേജോഹരാണാം തേജഃ, വിശ്വത്തിന് മുഴുവൻ തേജസ് നൽകുന്നവരെ പോലും ഹരിക്കുന്നതാണ് ഭഗവാന്റെ തേജസ്. വിശ്വത്തിന് മുഴുവൻ തേജസ് നൽകുന്ന സൂര്യൻ, വിശ്വത്തിന് മുഴുവൻ തേജസ് നൽകുന്ന അഗ്നി, ഇതിനൊക്കെ തേജസ് കൊടുക്കുന്നത് ആരാ? ഭഗവാന്റെ തേജസ്സാണ്. അപ്പോൾ അവയെപ്പോലും സൃഷ്ടിക്കാനും ആ തേജസ്സുകളെയൊക്കെ വേണ്ടപ്പോൾ തിരിച്ചെടുക്കാനുമുള്ള തേജസ്സാണ് ഭഗവാന്റേത്. വിശ്വതേജോഹരാണാം തേജഃ. ഇനി അങ്ങനെയുള്ള വീര്യം. വിമലമപി യശഃ, യശസ് എങ്ങനെയുള്ളതാണ് ഭഗവാന്റെ? വിമലമാണ്. യാതൊരു മലവുമില്ലാത്ത, യാതൊരു അഴുക്കുമില്ലാത്ത, യാതൊരു പോറലുകളും ഇല്ലാത്തതാണ് ഭഗവാന്റെ യശസ്. ധവളമായിട്ടുള്ള ഭഗവാന്റെ യശസ്. വിമലമപി യശഃ. നിസ്പൃഹൈശ്ചോപഗീതം, നിസ്പൃഹന്മാരാരാണ്? സ്പൃഹയില്ലാത്തവരാണ്, സ്പൃഹയെ അടക്കിയവരാണ്. എന്താണ് സ്പൃഹ എന്ന് വെച്ചാൽ? രാഗത്തെ അടക്കിയവരാണ് നിസ്പൃഹൻ. അങ്ങനെയുള്ള നിസ്പൃഹന്മാര് പോലും ഉപഗീതം, ഭജിക്കുന്നതാണ് ആരെ? ഭഗവാനെ. വൈരാഗ്യം സിദ്ധിച്ച ആളുകൾ പോലും ഭജിക്കുന്നവനാണ് ഭഗവാൻ. അപ്പോ ഭഗവാൻ സ്വയം വൈരാഗ്യം സിദ്ധിച്ചവനാണെന്ന് വീണ്ടും പറയണം. ഭഗവാൻ വൈരാഗ്യം സിദ്ധിച്ച ആളാണ്. അതുകൊണ്ട് എന്താ സംഭവം? അതുകൊണ്ട് വൈരാഗ്യം സിദ്ധിച്ച ആളുകൾ പോലും ഭഗവാനെയാണ് സ്തുതിക്കുക. നിസ്പൃഹൈശ്ചോപഗീതം. ഇനി മറ്റൊരു പ്രത്യേകത, അംഗാസംഗാ സദാശ്രീഹി. അംഗാസംഗാ സദാശ്രീഹി, സദാസമയം എപ്പോഴും ലക്ഷ്മി ദേവിയെ ആ സംഘം മടിയിലിരുത്തിക്കൊണ്ടാണ് ഭഗവാന്റെ ഇരിപ്പ്. സദാസമയം ലക്ഷ്മിയോട് കൂടിയിട്ടാണ് ഭഗവാന്റെ ഇരിപ്പ്. ലക്ഷ്മി ഇല്ലാത്ത ഒരു നിമിഷം ഭഗവാനില്ല. കൃഷ്ണാവതാരത്തിൽ ഒരിടത്തും ലക്ഷ്മിയുടെ അംശമില്ലാത്ത ഒന്നുമില്ല. ലക്ഷ്മി ദേവിയോട് കൂടിയിട്ടാണ് ഭഗവാന്റെ കൃഷ്ണാവതാരത്തിലെ സകല ലീലകളും. അംഗാസംഗാ സദാശ്രീഹി അഖില വിദസി, അഖിലത്തിനെയും വിത്താണ്, അഖിലത്തിനെയും അറിയുന്നവനാണ്, ജ്ഞാനിയാണ്, സർവത്തിനെയും അറിയുന്നതാണ്. പ്രപഞ്ചത്തിന്റെ കാരണം ഭഗവാനാണ് എന്ന് പറയാറുണ്ട്. ഈ പ്രപഞ്ചം ഒരു കാര്യമാണെങ്കിൽ അതിൻ്റെ ഉപാദാന കാരണവും നിമിത്ത കാരണവും ഭഗവാൻ തന്നെ. ഒരു വസ്ത്രത്തിന്റെ ഉപാദാന കാരണം എന്താ? നൂലാണ്. നൂലില്ലാതെ വസ്ത്രം ഉണ്ടാവില്ല. അതിന്റെ നിമിത്ത കാരണം അത് നെയ്യുന്ന ആളാണ്. പ്രപഞ്ചത്തിന്റെ കാര്യത്തിൽ രണ്ടില്ല. ഉപാദാന കാരണമായിട്ടും ഭഗവാനേ ഉള്ളൂ, നിമിത്ത കാരണമായിട്ടും ഭഗവാനേ ഉള്ളൂ. ഒരു കുലാലൻ, കുശവൻ, അയാൾക്ക് കുടം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം അയാൾക്ക് വേണ്ടത് എന്താണ്? ജ്ഞാനം വേണം, അറിവ് വേണം. എന്തിനെ കുറിച്ചിട്ടാ? മണ്ണിനെ കുറിച്ചിട്ട്. മണ്ണ് വെള്ളം കൂട്ടി കുഴച്ച് അതിങ്ങനെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയാൽ കുടം പോലെ ഇരിക്കും. അതിനുശേഷം അത് ചുട്ടെടുത്താൽ അത് കുടത്തിന്റെ ഉപയോഗങ്ങൾ കൂടിയതാവും. ഈ അറിവില്ല എങ്കിൽ ഒരു കുലാലന് കുടം നിർമ്മിക്കാൻ പറ്റില്ല. അപ്പൊ ഭഗവാന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കണം എങ്കിൽ ആദ്യം വേണ്ടത് എന്താണ്?
ഉപാദാനഗോചര അപരോക്ഷജ്ഞാനം എന്ന് വേദാന്തം പറയും. ഉപാദാനത്തെക്കുറിച്ചുള്ള അപരോക്ഷജ്ഞാനം ഉണ്ടാവണം, പ്രത്യക്ഷജ്ഞാനം ഉണ്ടാവണം. ഉപാദാനമായ ബ്രഹ്മത്തെക്കുറിച്ചുള്ള പ്രത്യക്ഷജ്ഞാനം ഉണ്ടെങ്കിലേ ഇതിനെ സൃഷ്ടിക്കാൻ പറ്റൂ. ഏത് വസ്തുവിനെയും സൃഷ്ടിക്കണമെങ്കിൽ അതിൻ്റെ കാരണത്തെക്കുറിച്ചുള്ള, ഉപാദാന കാരണത്തെക്കുറിച്ചുള്ള പ്രത്യക്ഷമായ ജ്ഞാനം, അറിവ് നമുക്കുണ്ടായിരിക്കണം. അതില്ലെങ്കിൽ സൃഷ്ടി പ്രക്രിയ നടക്കില്ല. ഇവിടെ ഭഗവാന് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി നടത്തണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താണ്? അഖിലവിത്ത്. ആദ്യം വേണ്ടത് സർവത്തിനെയും കുറിച്ചുള്ള ജ്ഞാനമാണ്. അത് ഭഗവാനുണ്ട്. അഖിലവിദസി. ഇങ്ങനെ 6 ഐശ്വര്യങ്ങളും 6 ഭഗങ്ങളും ഭഗവാനിൽ നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ടാണ് കൃഷ്ണസ്തു ഭഗവാൻ, കൃഷ്ണനാണ് ഭഗവാൻ. മറ്റവതാരങ്ങളിലൊന്നും ഈ 6 ഗുണങ്ങളും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒന്നിൻ്റെയെങ്കിലും കുറവുണ്ടാവും. മറ്റൊരവതാരത്തിലും ലക്ഷ്മി ദേവിയെ മുഴുവൻ സമയവും കൂടെ നിർത്തിക്കൊണ്ട് ഭഗവാൻ അവതരിച്ചിട്ടില്ല. അംഗാസംഗാ സദാശ്രീഹി, സദാസമയം ശ്രീയോടുകൂടി ലക്ഷ്മിയോടുകൂടി മറ്റൊരവതാരത്തിലും ഭഗവാൻ അവതരിച്ചിട്ടില്ല. കൃഷ്ണാവതാരത്തിലും മാത്രമാണ്. അതുകൊണ്ടാണ് കൃഷ്ണസ്തു ഭഗവാൻ, കൃഷ്ണനാണ് ഭഗവാൻ. ഈ 6 ഭഗങ്ങളും നിറഞ്ഞു നിൽക്കുന്നവനാണ് കൃഷ്ണൻ. അപ്പോൾ അദ്ദേഹം ബ്രഹ്മമാണ്, നിഷ്കളമായിട്ടുള്ള ബ്രഹ്മമാണ്, സത്താനന്ദാത്മകമാണ്. അങ്ങനെയുള്ള ബ്രഹ്മം ഭഗവാനും കൂടിയാണ്, ഭഗങ്ങളോട് കൂടിയവനും കൂടിയാണ്. അപ്പോ നിഷ്കളമായിട്ടുള്ള ബ്രഹ്മസ്വരൂപമായിരുന്ന ഭഗവാൻ നമുക്ക് ആരാധിക്കാൻ, നമുക്ക് ഒന്ന് കണ്ടു മനസ്സിലാക്കാൻ, നമുക്ക് പ്രേമാത്മകമായ ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? സകല സ്വരൂപത്തിൽ, ഭഗവാന്റെ സ്വരൂപത്തിൽ അവതരിച്ചു തന്നത്. നിഷ്കളമായിട്ടുള്ള സത്താനന്ദാത്മകമായ കൃഷ്ണൻ ഭഗവാനായിട്ട് വന്നു. നിഷ്കളമായിട്ടുള്ള യാതൊരു ഗുണങ്ങളും വികാരങ്ങളും മാറ്റങ്ങളും ഒന്നുമില്ലാത്ത ബ്രഹ്മം എന്ന അവസ്ഥയെ പ്രേമപൂർവം ഭജിക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നെങ്കിൽ നമുക്ക് ഭജിക്കാൻ വേണ്ടി, അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ എന്ത് ചെയ്തത്? ഭഗവാൻ ആയത്, ഭഗങ്ങളോട് കൂടി അവതരിച്ചത്. ഇനി ഈ അവതാരത്തിനുണ്ട് വിശേഷം സ്വയം. അതെങ്ങനെയാണ്? സ്വയം, ഭഗവാൻ സ്വയം അവതരിക്കുകയാണ് ചെയ്തത്. മറ്റവതാരങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ലക്ഷ്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചിരുന്നത്. ഓരോ അവതാരത്തിനും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. രാമാവതാരത്തിന്റെ ലക്ഷ്യം രാവണനെ കൊണ്ട് പ്രപഞ്ചം മുഴുവൻ സങ്കടപ്പെട്ടു തുടങ്ങിയപ്പോഴാണ് രാമനായിട്ട് അവതരിച്ചത്. ക്ഷത്രിയന്മാരെ കൊണ്ട് ഭൂമിക്ക് മുഴുവൻ ഭാരമായി തുടങ്ങിയപ്പോഴാണ് പരശുരാമനായിട്ട് അവതരിച്ചത്. മന്ദരപർവ്വതം താഴേക്ക് താഴ്ന്നു പോകാൻ തുടങ്ങിയപ്പോഴാണ് കൂർമ്മമായിട്ട് അവതരിച്ചത്. ഓരോ അവതാരത്തിനും വ്യക്തമായ ഉദ്ദേശ്യം ഉണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം അവതരിച്ചതാണ്. ഇവിടെ അങ്ങനെയല്ല ഉണ്ടായത്. കൃഷ്ണാവതാരത്തിന്റെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ കംസവധത്തിന് വേണ്ടി മാത്രമാണോ? അല്ല. ജരാസന്ധനെ വധിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല. ശിശുപാലനെ വധിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാ? ഭൂഭാരം തീർക്കാനാണ് എന്ന് പറയാം. ഭൂഭാരം തീർക്കാൻ വേണ്ടിയിട്ടെന്നുള്ളത് ഒരു വ്യക്തമായ ഉദ്ദേശ്യം പോലുമല്ല. അപ്പൊ ഭഗവാൻ ഈ അവതാരം, കൃഷ്ണ അവതാരത്തിൽ ഭഗവാൻ ഒരു ലീല ആടിയത് എന്തിനു വേണ്ടിയിട്ടാ? സ്വയം. ഭഗവാൻ സ്വയം അവതരിക്കുകയാണ് ചെയ്തത്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഇതാണ് കൃഷ്ണാവതാരത്തിന്റെ പ്രത്യേകത. മറ്റവതാരങ്ങളിൽ നിന്നൊക്കെ കൃഷ്ണാവതാരത്തെ വേറിട്ട് നിർത്തുന്നത്, കൃഷ്ണാവതാരത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുത്ത് പുരാണങ്ങളൊക്കെ വർണ്ണിക്കുന്നത് എന്തുകൊണ്ടാ? കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. കൃഷ്ണൻ ഭഗവാനാണ്, സ്വയം അവതരിച്ചതാണ്. ഇതാണ് കൃഷ്ണാവതാരത്തിന്റെ രഹസ്യം, അതിന്റെ സ്വഭാവം.
കൃഷ്ണാവതാരത്തിൻ്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നാരായണീയത്തിൽ പാരായണം ചെയ്തു പോയ ഭാഗമാണ്. കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ ഭഗവാൻ നിഗ്രഹിച്ചു വിട്ട അസുരന്മാരൊക്കെ തങ്ങളുടെ കർമ്മം ഇനിയും ബാക്കി കിടക്കുന്നത് കൊണ്ട് വീണ്ടും ഭൂമിയിൽ ജനിച്ച് ഓരോരോ ഉപദ്രവങ്ങൾ ചെയ്യാൻ തുടങ്ങി. സജ്ജനങ്ങൾക്കൊന്നും ഭൂമിയിൽ താമസിക്കാൻ വയ്യാതെയായി, സജ്ജനങ്ങൾക്കൊന്നും ഭൂമിയിൽ നിൽക്കാൻ വയ്യാതെയായി, ഭൂമിക്ക് ഈ പാപകർമ്മങ്ങളുടെ ഭാരം താങ്ങാൻ വയ്യാതെയായി. അങ്ങനെ വന്നപ്പോൾ ഭൂമിദേവി ബ്രഹ്മാവിൻ്റെ സമക്ഷം ചെന്ന് ദേവന്മാരോടുകൂടി പരാതി പറഞ്ഞു, എനിക്ക് ഇത്രയധികം ഭാരം താങ്ങാൻ പറ്റുന്നില്ല, ഇത്രയും അധികം പാപകർമ്മങ്ങളുടെ ഭാരം താങ്ങാനുള്ള അവസ്ഥയിലല്ല ഭൂമിദേവി. ഇനി ഈ ഭാരം കൂടിയാൽ എന്താ സംഭവിക്കുന്നത്? ഇത് എൻ്റെ മാത്രം പ്രശ്നമൊന്നുമല്ല, ഞാൻ മാത്രമല്ല ഈ അധർമ്മങ്ങളുടെ ഭാരം കൊണ്ട് കഷ്ടപ്പെടുന്നത്, ഞാൻ മാത്രമല്ല. ഭൂമിക്ക് ഭാരം കൂടുമ്പോൾ എന്താ പ്രശ്നം? സന്നാസ്മി ദൈതേയഭരേണ സാഹം ഭണീശ്വരസീതതി മദ്ഭരേണ. ഞാൻ ഇപ്പൊ സന്നയാണ് ദൈതേയഭരേണ, ദൈത്യന്മാരുടെ, അസുരന്മാരുടെ, അധർമ്മികളുടെ ഭരേണ, അധർമ്മികളുടെ ഭാരം കൊണ്ട് ഞാനിപ്പോ സന്നയാണ്, ക്ഷീണിച്ചിരിക്കുകയാണ് ഞാൻ. അതുകൊണ്ടോ ഭണീശ്വരസീതതി മദ്ഭരേണ, എന്റെ ഭാരം കൊണ്ട് വേറെ ഒരാൾ സങ്കടപ്പെടുന്നുണ്ട്. എന്നെ താങ്ങി നിർത്തുന്നത് ആരാണ്? അനന്തനാണ്. അനന്തന്റെ ശിരസിലാണ് ഞാൻ ഇങ്ങനെ നിൽക്കുക. അനന്തന് എന്റെ ഭാരം താങ്ങാൻ വയ്യാതെ വരുമ്പോൾ അനന്തന്റെ പത്തി താന്നു പോവാ. ഭണീശ്വരസീതതി മദ്ഭരേണ. ഇനി അങ്ങനെ ഭണീശ്വരന് ഇങ്ങനെ ഭാരം കൂടുമ്പോൾ പിന്നെയും ഒരാൾ അവിടെ കഷ്ടപ്പെടുന്നുണ്ട്. തത് ഭാരശീര്യ നിജ കർപ്പരസ്യ ധിക്താമവസ്ഥാം കമഠേശ്വരസ്യ. ഇതിന്റെ ഒക്കെ അടിയിൽ കാരണസ്വരൂപനായിട്ട് കൂർമ്മസ്വരൂപനായിട്ട് നിൽക്കുന്ന ഒരു ആമയുണ്ടല്ലോ, ആ ആമയുടെ തോടുണ്ട്. ആ തോടിങ്ങനെ പൊട്ടാൻ തുടങ്ങി ഭാരം കൊണ്ട്. ഭൂമിയുടെ ഭാരം കൂടിക്കൂടി അത് അനന്തനെ ബാധിച്ചു. അനന്തന്റെ തല ഇങ്ങനെ താന്നു പോകാൻ തുടങ്ങി. ഈ അനന്തന്റെയും കൂടി ഭാരം വഹിക്കുന്നത് ആരാണ്? താഴെ ഇരിക്കുന്ന കൂർമ്മാണ്, കമഠാണ്. അതിന്റെ തോട് പൊട്ടാൻ തുടങ്ങി ഭാരം കൊണ്ട്. അപ്പൊ ഇതെന്റെ മാത്രം പ്രശ്നമല്ല, ഞാൻ മാത്രമല്ല ഇതുകൊണ്ട് അനുഭവിക്കുന്നത്, എത്ര സജ്ജനങ്ങളാണ് ഇതുകൊണ്ട് ദുഃഖം അനുഭവിക്കുന്നത് നോക്കൂ എന്നൊക്കെ ബ്രഹ്മാവിന്റെ സമീപം വന്ന് പരാതി പറഞ്ഞു. അങ്ങനെ ഈ പരാതിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ബ്രഹ്മാവ് വിചാരിച്ചു, ഇതിനെന്താ വഴി? ഇതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ അത്? ഹരിയെ ഭജിക്കുക. അതല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഹരിയെ ഭജിക്കൽ മാത്രമാണ് ഇതിനൊരു ഉപാധിയുള്ളത് എന്ന് ആലോചിച്ചിട്ട് ദധ്യൗ ഭവന്തം ഹരേ, അങ്ങനെ അങ്ങേ തന്നെ ധ്യാനിച്ചു, ഹരിയെ തന്നെ ധ്യാനിച്ചു. അദ്ദേഹം ഹരിയാണ്. ഹരി ആരാണ്? ഹരിക്കുന്നവനാണ്, ഹർത്താവാണ്. എല്ലാവരുടെയും ദുഃഖങ്ങളെ ഇല്ലാതെയാക്കാൻ പോകുന്നവനാണ്. ജഗത് അഘകർഷിത്വം ജോലിയായിട്ടുള്ളവനാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ തന്നെ ഭജിച്ചു. ദധ്യവും അങ്ങനെ ഭജിച്ചിട്ട് പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടി അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലാമെന്ന് പറഞ്ഞ് പാൽക്കടലിന്റെ തീരത്തെത്തി. പാൽക്കടലിന്റെ തീരത്തെത്തിയിട്ട് ബ്രഹ്മാവ് പുരുഷ സൂക്തം കൊണ്ട് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. അങ്ങനെ പുരുഷ സൂക്തം കൊണ്ട് സ്തുതിച്ചു തുടങ്ങിയപ്പോ എന്താ സംഭവിച്ചത്? ത്വദ്വാചം ഹൃദയേ നിശമ്യ സകലാനാനന്ദയന്നൂചിവൻ. ത്വദ്വാചം ഹൃദയേ നിശമ്യ. അദ്ദേഹത്തിന്റെ വാക്ക് ബ്രഹ്മാവിന് ഹൃദയത്തിൽ കേട്ടു. ബ്രഹ്മാവ് അത് ഹൃദയത്തിലാണ് കേട്ടത്. അതെങ്ങനെ ഹൃദയം കൊണ്ട് കേൾക്കുക? ഭഗവാന്റെ ശബ്ദം കേൾക്കേണ്ടത് ചെവി കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണത്രേ. കാരണം എന്താ? ഭഗവാന്റെ അവതാരം വരാൻ പോകുന്നത് ഹൃദയത്തിലാണ്. ഭഗവാന്റെ അവതാരം നടക്കേണ്ടത് ഹൃദയത്തിലാണ്. ബ്രഹ്മസ്വരൂപനായ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഹൃദയം കൊണ്ടാണ്, അന്തരിന്ദ്രിയം കൊണ്ടാണ്. ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം പുറത്തേക്ക് പോവാന്ന്. കണ്ണിന്റെ സ്വഭാവം കണ്ണ് പുറത്തുള്ള കാഴ്ചകളെ കാണും, ചെവി പുറത്തുള്ള ശബ്ദങ്ങളെ കേൾക്കുക. ഈ കണ്ണും ചെവിയൊന്നും അകത്തേക്കല്ല തിരിയാറ്. ഇതെപ്പോഴാണോ അകത്തേക്ക് തിരിയുക, ഈ ഇന്ദ്രിയങ്ങളൊക്കെ ബാഹ്യോന്മുഖങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളൊക്കെ അന്തർമുഖങ്ങളാകുമ്പോഴാണ് ഭഗവാനെ കാണാൻ സാധിക്കുക.
പുരുഷസൂക്തം ചൊല്ലി ധ്യാനിച്ചപ്പോ ബ്രഹ്മാവ് ചെയ്തതെന്താ? ധ്യാനത്തിൽ വെച്ചിട്ട് സകല ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് മനസ്സുകൊണ്ട് അകത്തേക്കാ നോക്കിയത്. അങ്ങനെ അകത്തേക്ക് നോക്കിയപ്പോൾ ഭഗവാന്റെ സ്വരൂപം അകത്താണ് കണ്ടത്. ഭഗവാന്റെ ശബ്ദം ഹൃദയത്തിലാണ് കേട്ടത്. അങ്ങനെ ഹൃദയത്തിൽ കേട്ട ഭഗവാന്റെ ശബ്ദത്തെ ദേവന്മാർക്കായിട്ട് പറഞ്ഞു കൊടുത്തു. കേട്ടോളൂ, ഞാൻ പറഞ്ഞു തരാം. ജാനേ ദീനദശാമഹം ദിവിഷദാം ഭൂമേശ്ച ഭീമൈർ നൃപൈഹി തത്ക്ഷേപായ ഭവാമി യാദവകുലേ സോഹം സമഗ്രാത്മന. ഞാൻ ഈ പറഞ്ഞ ഇതൊക്കെ കേട്ടു. ദേവന്മാരും ഒക്കെ അനുഭവിക്കുന്ന ഭൂമിയുടെ ഈ ഭാരത്തെക്കുറിച്ചും ഒക്കെ ജാനേ, എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? തത്ക്ഷേപായ, അതിനെ നശിപ്പിക്കാൻ വേണ്ടി യാദവകുലേ ഭവാമി, യാദവകുലത്തിലേക്ക് ഞാൻ ജനിക്കുകയാണ്. എങ്ങനെ? സോഹം, ഞാൻ അങ്ങനെ തന്നെ സമഗ്രാത്മന, സമഗ്രമായിട്ട്. ഭഗവാന്റെ കൃഷ്ണാവതാരം പൂർണ്ണ കലകളോട് കൂടിയിട്ടാണ് അവതരിക്കുക. ഏതെങ്കിലും ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി, നിമിത്തത്തിന് വേണ്ടിയിട്ടല്ല, പൂർണ്ണമായിട്ടും തൻ്റെ കലകളോടുകൂടിയുള്ള അവതാരമാണ്. ഭഗവാന്റെ ഈശ്വരത്വം മുഴുവൻ, ഭഗവാന്റെ ഭഗങ്ങൾ മുഴുവൻ അവതാരത്തിലേക്ക് കൊണ്ടുവരാണ് ഭഗവാൻ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദേവാ വൃഷ്ണികുലേ ഭവന്തു കലയാ ദേവാംഗനാശ്ചാവനൗ മത്സേവാർദ്ധമിതി ത്വദീയവചനം പാധോജഭൂരുചിവൻ. അതുകൊണ്ട് ദേവന്മാരും ദേവാംഗനകളും എന്ന് വേണ്ട സകല ആളുകളും എൻ്റെ കൂടെ അവതരിക്കണം. പൂർണ്ണ കലകളോടെയാണ് ഈ അവതാരം. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഓരോന്നിലും ഭഗവാൻ അത് തെളിയിച്ചു തരാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന്. നിഷ്കള ബ്രഹ്മസ്വരൂപിയായ അദ്ദേഹം സകല സ്വരൂപത്തിലേക്ക് പ്രപഞ്ചത്തിനെ മുഴുവൻ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആകർഷണീയമായ രൂപത്തോടെയാണ് എൻ്റെ അവതാരം. അതാണ് സമഗ്രാത്മന, സമഗ്രമായിട്ടാണ് ഞാൻ അവതരിക്കാൻ പോവുക. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വരണം എന്ന് പറഞ്ഞ് ആ ഭഗവാൻ എന്ത് ചെയ്തു? ദേവകിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു. അതിനു മുൻപാണെങ്കിൽ ദേവകി വസുദേവന്മാരുടെ കഥ നമ്മൾ അനുസ്മരിക്കേണ്ട കാര്യമില്ല, അറിയാം. കംസൻ എന്ന യാദവ ചക്രവർത്തി, യദുകുലത്തിലെ ചക്രവർത്തി, ഉഗ്രസേന രാജാവിനെയൊക്കെ പിടിച്ച് തടവിലിട്ട് സ്വയം അധികാരമൊക്കെ സ്വീകരിച്ച് അങ്ങനെ രാജ്യം ഭരിക്കുന്ന സമയത്ത് സഹോദരിയായ ദേവകിയെ വസുദേവന് വിവാഹം കഴിച്ചു കൊടുത്തു. അതിനുശേഷം ഇവര് വിവാഹത്തിന് ശേഷം കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുന്ന വഴിക്കാണ് അശരീരി കേട്ടു. ഈ ദേവകിയുടെ അഷ്ടമസുതഃ, 8ാമത്തെ പുത്രൻ നിന്റെ അന്തകനാവും എന്നുള്ള അശരീരി കേട്ടപ്പോഴേക്ക് കംസൻ പേടിച്ചു തുടങ്ങി. കംസന് വല്ലാതെ പേടിയാവാൻ തുടങ്ങി. അങ്ങനെ ഭയം കൂടിയിട്ട് കംസൻ ദേവകിയെ കൊല്ലാൻ ഒരുമ്പെട്ടു. അപ്പോഴേക്ക് വസുദേവൻ അദ്ദേഹത്തെ തടഞ്ഞിട്ട് പറഞ്ഞു, കുട്ടികളാണല്ലോ പ്രശ്നം, അപ്പൊ കുട്ടികളെ ഞാൻ കൊണ്ടുവന്ന് തന്നേക്കാം. ഇത്ര വലിയ ചക്രവർത്തിയായിട്ടുള്ള കംസൻ ഒരു സ്ത്രീയെ കൊന്നവനാണെന്നുള്ള പേരുദോഷം ഉണ്ടാക്കി വെക്കണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു. അങ്ങനെ ഇവരെ രണ്ടുപേരെയും അദ്ദേഹം കാരാഗൃഹത്തിൽ അടക്കുകയും ചെയ്തു. അങ്ങനെ കാരാഗൃഹത്തിലടച്ചു. ഇവർക്ക് ഒന്നൊന്നായിട്ട് 6 കുട്ടികളുണ്ടായി. 7ാമത്തെ ഗർഭം അലസിപ്പോയി എന്നെല്ലാവരും വിചാരിച്ചു. 8ാമത് വീണ്ടും ഭഗവാനെ ഗർഭം ധരിച്ചു ദേവകി. അങ്ങനെ ഭഗവാനെ ഗർഭം ധരിച്ചതോടുകൂടി ദേവകിക്ക് വല്ലാത്ത ഒരു ശോഭ കൈവന്നു. ആ ഗർഭം അങ്ങനെ ഓരോ ദിവസവും വലുതായി വലുതായി വന്നു. അതിനുശേഷം ആ ഗർഭം വലുതായി സകല ഗർഭചിഹ്നങ്ങളും ദേവകിക്ക് പൂർത്തിയായപ്പോ ആനന്ദരൂപ ഭഗവന്നൈതേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗ നിരീയമാണൈ കാന്തിവ്രജൈരിവ ഘനാഘനമണ്ഡലൈർദ്യാമാവൃണ്വതി വിരുരുചേ കില വർഷവേല. സകല കാലങ്ങളും ഭഗവാന്റെ ജനനത്തിന് തയ്യാറെടുത്ത് ആ വർഷവേല അങ്ങനെ ജ്വലിച്ചു നിൽക്കുമ്പോ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നതാണോ എന്ന് തോന്നുന്ന മട്ടിൽ ആ വർഷകാലം ശോഭിച്ചു നിൽക്കുമ്പോ ആശാസു ശീതളതരാസു, എല്ലാ ദിക്കുകളും ശീതളങ്ങളായപ്പോ, തണുത്തു തുടങ്ങിയപ്പോ, എങ്ങനെ തണുത്തു? പയോദതോയൈഹി, മഴ കൊണ്ട് എല്ലാ ദിക്കുകളും തണുത്തു കഴിഞ്ഞപ്പോ
ആശാസിത അപ്തിവിവശേഷു ച സജ്ജനേഷു, സജ്ജനങ്ങളൊക്കെ ആശിച്ചത് കൈവന്നല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിച്ചു തുടങ്ങിയപ്പോ നൈശാകരോദയ വിധൗ, നിശാകരൻ ഉദിച്ചപ്പോ നിശിമധ്യമായാം, മധ്യമനിശിയില് രാത്രിയുടെ മധ്യമകാലത്ത് ക്ലേശാപഹസ്ത്രിജഗതാം, ത്രിജഗത്തിൻ്റെയും ജഗത്തിന്റെ മുഴുവൻ ക്ലേശത്തെ അപഹ നശിപ്പിക്കാൻ വേണ്ടി, ജഗദഘകർഷിത്വത്തിന് വേണ്ടി, ജഗത്തിന്റെ മുഴുവൻ പാപങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ത്വമിഹാവിരാസീഹി, അങ്ങ് ഇവിടേക്ക് ആവിരാസീഹി അവതരിച്ചല്ലോ. അങ്ങനെ ഭഗവാൻ ആ കാരാഗൃഹത്തിലേക്ക് അവതരിച്ചു. ഭഗവാന്റെ അവതാരം നോക്കിക്കോളൂ, കാരാഗൃഹത്തിലേക്കാണ് അവതരിക്കുന്നത്. മറ്റൊരവതാരത്തിലും ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും അനുഭവിച്ചിട്ടില്ല. ഇതിവിടെ അവതരിക്കുന്നത് കാരാഗൃഹത്തിലാണ്. അതെന്താ, ഭഗവാന് കാരാഗൃഹേ കിട്ടിയുള്ളോ അവതരിക്കാൻ? വേറെ നല്ല സ്ഥലമൊന്നും കിട്ടിയില്ലേ അവതരിക്കാൻ? അതെന്താ അതിന് കാരണം? കംസന്റെ കാരാഗൃഹത്തിലാണ് ജനനം. കംസൻ എന്നത് രജോ ഗുണത്തിന്റെ പ്രതീകമാണ്. അസുരനാണ്, പാപകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനാണ്. അഹങ്കാരം കൊണ്ട്, ദേഹാഭിമാനം കൊണ്ട് ആ രജോ ഗുണം വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് കംസൻ. കംസന് ഭയമാണ്. എന്തിനെക്കുറിച്ചാ ഭയം? മരണത്തെക്കുറിച്ചാണ് ഭയം. മരണത്തെക്കുറിച്ച് ഭയക്കുന്നത് എപ്പോഴാണ്? ദേഹാഭിമാനം ഉള്ളപ്പോഴാണ്. ഞാൻ ദേഹമാണെന്ന് വിചാരിക്കുമ്പോൾ ദേഹത്തിന് നാശം ഉണ്ടാവുന്നു എന്ന് കേട്ടാൽ നമ്മളൊക്കെ പേടിക്കും. അങ്ങനെ ഒരു വിചാരം ഇല്ലെങ്കിൽ എനിക്ക് പേടിയില്ല. ഞാൻ ദേഹമാണെന്നും എന്റേതാണെന്നുള്ള വിചാരം ഇല്ല എങ്കിൽ നമുക്ക് മരണം പേടിയല്ല. എനിക്കോ എൻ്റെ ആളുകൾക്കോ മരണം ഉണ്ടാവുന്നു എന്ന് കേൾക്കുമ്പോഴാണ് എനിക്ക് പേടി. അതല്ലാത്ത നാട്ടിൽ മറ്റാരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേടി ഉണ്ടാവുമോ? എനിക്ക് സങ്കടം ഉണ്ടാവുമോ? അതില്ല. അപ്പൊ കംസന് മരണത്തെക്കുറിച്ച് പേടി ഉണ്ടാവുന്നുണ്ടെങ്കിൽ അർത്ഥം എന്താ? കംസൻ ദേഹാഭിമാനിയാണ്. സ്വന്തം ദേഹത്തെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച് അഭിമാനബോധത്തോടു കൂടി നടക്കുന്നവനാണ് കംസൻ. അങ്ങനെയുള്ള കംസന്റെ, ആ രജോ ഗുണത്തിന്റെ പ്രതീകമായിട്ടുള്ള കംസന്റെ ഈ രജോ ഗുണമാണ്, ദേഹാഭിമാനമാണ് ഭഗവാനിലേക്ക് എത്താനുള്ള നിരോധം, തടസ്സം. ദശമത്തിന്റെ വിഷയം തന്നെ നിരോധമാണ്. ഭാഗവതത്തിൽ ദശമസ്കന്ധ അവതരിപ്പിക്കുന്നത് തന്നെ നിരോധം എന്ന വിഷയത്തെക്കുറിച്ച് പറയാം. ഭക്തന് ഭഗവാനിലേക്ക് എത്താനുള്ള ചില തടസ്സങ്ങളുണ്ട്. അതിലൊന്നാമത്തെ തടസ്സമാണ് രജോ ഗുണം അഥവാ ദേഹാഭിമാനം. ഈ ദേഹാഭിമാനം ഉള്ളിടത്തോളം കാലം ഭക്തനും ഭഗവാനും ഒന്നല്ല, രണ്ടാണ്. ഭഗവാൻ വേറെ, ഞാൻ ഭഗവാനെ ഭജിക്കുന്ന ആളാണ്. ഞാൻ ഭക്തനാണ്, ഭഗവാൻ വേറെയാണ്. ഭക്തനും ഭഗവാനും ഒന്നാവുമ്പോഴാണ് ദേഹാഭിമാനം ഇല്ലാതെയാവുക. അപ്പോൾ ഒന്നാമതായിട്ട് മാറ്റേണ്ട തടസ്സം ദേഹാഭിമാനമാണ്. അതുകൊണ്ടാണ് കംസന്റെ കാരാഗൃഹത്തിൽ, കംസന്റെ രജോ ഗുണം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനസ്സിലേക്കാണ് ഭഗവാന്റെ അവതാരം. ഇത് കംസന്റെ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ദേഹാഭിമാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനസ്സുണ്ടല്ലോ, ആ മനസ്സിലേക്കാണ് ഭഗവാന്റെ അവതാരം. എങ്ങനെയാ അവതരിക്കാന്ന് ഞാൻ ആദ്യം പറഞ്ഞു. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. കൃഷ്ണനാണ്, സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മമാണ് മനസ്സിലേക്ക് അവതരിക്കുക. എങ്ങനെ? ഭഗവാനായിട്ട്, ഐശ്വര്യങ്ങളോടുകൂടി. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെയൊക്കെ ദേഹാഭിമാനം എന്നുള്ള ആദ്യത്തെ തടസ്സത്തെ ഇല്ലാതെയാക്കണം. അതാണ് ഉദ്ദേശം. അപ്പോൾ ഭഗവാന്റെ അവതാരം നാരായണീയത്തിൽ വായിച്ചതുകൊണ്ടോ ഭാഗവതത്തിൽ വായിച്ചതുകൊണ്ടോ ദീപാരാധന നടത്തിയത് കൊണ്ടോ ഭഗവാന്റെ അവതാരമാവുന്നില്ല. മനസ്സിൽ അവതരിക്കുമ്പോഴാണ് ഭഗവാന്റെ അവതാരം. അങ്ങനെ നമ്മുടെയൊക്കെ മനസ്സിലേക്കാണ് ഭഗവാന്റെ അവതാരം ഉണ്ടാവേണ്ടത്. ഈ അവതാരത്തിന്റെ ലക്ഷ്യം എന്താണ്? ദേഹാഭിമാനത്തെ നശിപ്പിക്കലാണ്. രജോ ഗുണത്തെ ഇല്ലാതെയാക്കി
സത്വൈകതാനമതികളാക്കണം. സത്വം മാത്രമായിരിക്കണം. സത്വഗുണത്തെ കൊണ്ട് നിറഞ്ഞിരിക്കണം മനസ്സ്. ഭക്തിയുടെ ഉദ്ദേശ്യം അതാണ്. മേൽപ്പത്തൂർ ആദ്യമേ പറഞ്ഞു തുടങ്ങിയത് ചിത്താർദ്രത്വമാണ് ഭക്തിയുടെ ലക്ഷ്യം എന്നാണ്. ചിത്താർദ്രത്വമത്തെ വിചിന്യ ബഹുഭിസിദ്ധ്യന്തി ജന്മാന്ന് പറയും. അപ്പോൾ ഭഗവാൻ മനസ്സിലേക്ക് അവതരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടത് എന്താണ്? ചിത്താർദ്രത്വം ഉണ്ടാവണം. അതുള്ള മനസ്സിലേക്കാണ് ഭഗവാന്റെ ജനനം, അവതാരം. അപ്പോൾ കംസൻ അവിടെ ഒരു കാരാഗൃഹം ഒരുക്കി കൊടുത്തു ഭഗവാൻ അവതരിക്കാൻ വേണ്ടി. അതുപോലെ നമ്മുടെ മനസ്സൊന്ന് ഒരുക്കി കൊടുക്കണം ഭഗവാൻ അങ്ങോട്ടേക്ക് അവതരിക്കണമെങ്കിൽ. വെറുതെ ഇങ്ങ് അവതരിച്ചു വരില്ല. നമ്മുടെ മനസ്സിന് അതിന് പാകത്തിനുള്ള അന്തരീക്ഷം ഉണ്ടായിരിക്കണം. കംസൻ ഒരുക്കി കൊടുത്തതുപോലെയുള്ള ഒരു കാരാഗൃഹം ഉണ്ടാക്കി കൊടുക്കണം മനസ്സിൽ. അങ്ങനെയുള്ള കാരാഗൃഹത്തിലേക്കാണ് ഭഗവാന്റെ ജനനം. ചുരുക്കി പറഞ്ഞാൽ ഭഗവാനെ തടവിലിടണം, ജയിലിലിടണം, മനസ്സിലങ്ങ് പിടിച്ചിട്ടേക്കണം. അല്ലെങ്കിൽ ഇറങ്ങിപ്പോവും. എപ്പോ വേണമെങ്കിലും ജയിലിൽ ചാടാൻ തയ്യാറായിട്ട് നിൽക്കും. അങ്ങനെയല്ല, ഇതെന്റെ സ്വന്തം വീടാണെന്ന് തോന്നി ഭഗവാൻ അവിടെ ഇരിക്കണം, എങ്കിലേ അവിടെ ഇരിക്കൂ. അതുകൊണ്ടല്ലേ വില്ലോങ്കുല സ്വാമിയാർ പറയുന്നത് മാരമാരമദീയ മാനസേ മാധവൈക നിലയേയദൃച്ഛയ ഹേരമാരമണ വാര്യതാമസൗകസഹേത നിജവേശ്മലംഘനം. അല്ലേ രമാരമണ, അല്ലേ വിഷ്ണു ഭഗവാനെ, അല്ലേ ലക്ഷ്മി ഭഗവതിയുടെ ഭർത്താവായിട്ടുള്ള ഭഗവാനെ, അങ്ങ് എൻ്റെ മനസ്സിലിരുന്നോണം. അങ്ങിരിക്കേണ്ട മനസ്സിലേക്ക് ഇപ്പൊ എന്തൊക്കെയാ കയറി വരുന്നത്? കാമം, ക്രോധം, ദ്വേഷം, മദം, മാത്സര്യം, ഇതൊക്കെയാ കയറി വരുന്നത്. അപ്പൊ എൻ്റെ മനസ്സെന്ന് പറയുന്നത് അങ്ങയുടെ വീടാണ്. അങ്ങയുടെ വീട്ടിലേക്ക് വേറെ ആരെങ്കിലും അതിക്രമിച്ച് കയറി അങ്ങ് കയ്യും കെട്ടി നോക്കിയിരിക്കുമോ? ഓടിച്ചു കളയണ്ടേ? നമ്മുടെ വീട് ഒരാൾ കുത്തി തുറന്ന് അതിനകത്തേക്ക് കയറിയിരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അനുവദിക്കുമോ? ഓടിച്ചു വിടില്ലേ? അതുപോലെ ഇതാ എൻ്റെ മനസ്സിപ്പോ അങ്ങയുടെ വീടാണ്. ഇതാ കള്ളന്മാരൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട് മനസ്സിലേക്ക്. നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഈ കള്ളന്മാരിങ്ങനെ തക്കം പാർത്തു നിൽക്കുക കയറാൻ. കാമം, ക്രോധം, ഈർഷ്യ, മദം, മാത്സര്യം തക്കം പാർത്തു നിൽക്കുകയാണ്. ഒരു ചെറിയ അവസരം കിട്ടിയാൽ മതി, ജനൽ പൊളിച്ച് അകത്ത് കയറും. അങ്ങനെ കയറി കഴിഞ്ഞാലോ? കയറി കഴിഞ്ഞാൽ അവരോട്ട് ഇറങ്ങി പോയില്ല. നമ്മൾ വിചാരിച്ചാൽ ഇവരെ ഇറക്കി വിടാനും പറ്റില്ല. പിന്നെന്താ ഒരു വഴി? ഹേ രമാരമണ വാര്യതാമസൗ, അല്ലേ രമാരമണ വാര്യതാമസൗ, ഇവരൊക്കെ ഓടിച്ചു കളഞ്ഞോ, ഇതൊക്കെ നിന്റെ ജോലിയാണ്, എനിക്കിതിലൊന്നുമില്ല, എനിക്കിതിൽ യാതൊരു കാര്യമില്ല, ഇതൊക്കെ നിന്റെ ജോലിയാ. എന്താ കാരണം? നിന്റെ വീടാത്. നിന്റെ വീട്ടിലേക്ക് ആരെങ്കിലും അതിക്രമിച്ച് കയറിയാൽ, കള്ളം കയറിയാൽ ഓടിക്കേണ്ട ജോലി നിന്റെ. അതിനെന്തു വേണം? ആദ്യം മനസ്സങ്ങ് ഒരുക്കി കൊടുക്കണം ഭഗവാൻ താമസിക്കാൻ. ചിത്താർദ്രത്വം ഉണ്ടാക്കിയെടുക്കണം മനസ്സിൽ. ആ ചിത്താർദ്രത്വം ഉണ്ടെങ്കിൽ, മനസ്സ് ഒരുങ്ങി പാകപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഭഗവാൻ അങ്ങോട്ടേക്ക് തന്നെ അവതരിക്കും. അങ്ങനെ അവതരിച്ച് ഭഗവാൻ അവിടെ താമസം തുടങ്ങിയാൽ പിന്നെ വേറെ ആരും അതിക്രമിച്ച് കയറില്ല. ഭഗവാൻ നോക്കിക്കോളും. ഭഗവാൻ നോക്കിക്കോളും, ഇവരൊന്നും അതിക്രമിച്ച് കിടക്കാതെ. അതിനാദ്യം എന്ത് വേണം? ഒരുക്കി കൊടുക്കണം. അപ്പൊ കംസൻ അങ്ങനെ ഒരു കാരാഗൃഹമൊക്കെ ഒരുക്കി കൊടുത്തു. അതിലേക്കാണ് ഭഗവാന്റെ ജനനം, ഭഗവാന്റെ അവതാരം. അങ്ങനെ അവതരിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഭഗവാൻ എങ്ങനെയാ അവതരിച്ചെന്ന് വെച്ചാലോ, ബാല്യസ്പൃശാപി വപുഷാദധുഷാ വിഭൂതി ഉദ്യത്കിരീടകടകംഗദഹാരഭാസ ശംഖാരി വാരിജ ഗദാ പരിഭാസിതേന മേഘാസിതേന പരിലേസിധസൂതിഗേഹേ. ഭഗവാന്റെ ആ സ്വരൂപം നോക്കിക്കോളൂ. ശംഖാരി വാരിജ ഗദാ പരിഭാസിതേന. ശംഖം, ചക്രം, ഗദ, ഇതൊക്കെ താമര, ഇതോടുകൂടിയുള്ള ഭഗവാനാണ് അവിടേക്ക് അവതരിച്ചത്. ദിവ്യമായിട്ടുള്ള രൂപം കാണിച്ചുകൊണ്ടാണ് ഭഗവാൻ അവതരിച്ചത്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഈശ്വരത്വം മനുഷ്യത്വത്തിലേക്കാണ് അവതരിക്കാറ്.
ഭഗവാൻ മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ടാണ് നമ്മുടെ മുമ്പിൽ ലീലകൾ മുഴുവൻ കാണിച്ചു തന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ഓരോ ലീലയും നമ്മുടെ മനസ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആകർഷിക്കണം, അത് ഭഗവാനിലേക്ക് ആകർഷിക്കണം. ലോകത്ത് ഏറ്റവും സുന്ദരമായിട്ടുള്ളതിനേക്കാൾ സുന്ദരമായിട്ട് എന്തേ ഉള്ളൂ? ഭഗവാന്റെ ലീലകളാണ്. എന്തിനാ ഇങ്ങനെ ഭഗവാൻ എല്ലാം സുന്ദരമാക്കി കാണിച്ചു തന്നത്? യത്രൈലോക്യമഹീയസോ വിമഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി. എല്ലാത്തിനേക്കാളും ഒക്കെയാണ്, മാധുര്യത്തെക്കാൾ മധുരമാണ്. ഏറ്റവും കൂടുതൽ കാന്തി ഉള്ളതിനേക്കാൾ കാന്തിയാണ്. എന്തിന് ഇത്രയധികം ഭംഗിയുള്ള ഒരു അവതാരം ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നത്? നമ്മുടെ മനസ്സിന്, ഭഗവാൻ അറിയാം ഇതൊക്കെ, മനസ്സിന് മധുരമായതിൻ്റെ പുറകെ, ഏറ്റവും ഭംഗിയുള്ളതിൻ്റെ പുറകെ ഒക്കെ പോവാനുള്ള ടെൻഡൻസി മനസ്സിനുണ്ട്. മനസ്സങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. നമ്മൾ വിചാരിച്ചാൽ അവിടെ തടയാൻ പറ്റുകയില്ല. പിന്നെ എന്താ വഴി? അപ്പോൾ അതിനേക്കാൾ ഭംഗിയായിട്ട് ഭഗവാൻ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നാലോ മനസ്സ് അങ്ങോട്ട് പൊയ്ക്കോളുമല്ലോ. ഈ ആകർഷണമാണ് ഭഗവാന്റെ ഉദ്ദേശ്യം ഓരോ ലീലയിലും. അങ്ങനെ മനുഷ്യരൂപത്തിൽ അങ്ങനെ ലീലയാടുന്നതിനിടയ്ക്കും അവിടെ ആയിട്ട് ഭഗവാൻ കാണിച്ചു തരും, ഞാൻ മനുഷ്യനാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഓർമ്മപ്പെടുത്തലുണ്ട്. അതാണ് ശംഖാരിവാരി ജഗദാ പരിഭാസിതേന. അല്ലെങ്കിൽ സാധാരണ രൂപത്തിൽ അങ്ങ് അവതരിച്ചാൽ പോരായിരുന്നോ? എന്തിനാ ഈ 4 തൃക്കൈകളോടുകൂടി, എല്ലാ ആഭരണങ്ങളോടും കൂടി, എല്ലാ അലങ്കാരങ്ങളോടും കൂടി ഇങ്ങനെ അവതരിച്ച് കാണിച്ചു കൊടുത്തത്? കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് വിശ്വസിപ്പിക്കാൻ, അതിടയ്ക്കിടയ്ക്കൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. എങ്ങാനും നമ്മൾ തെറ്റിദ്ധരിച്ചു പോവാണ്, നമ്മളെപ്പോലെ തന്നെ ഒരാളാണല്ലോ കൃഷ്ണനും എന്ന് വിചാരിച്ചു പോയാൽ അപ്പം നമ്മളെ ഓർമ്മിപ്പിക്കും. ഇനി അങ്ങോട്ടുള്ള ഓരോ ലീലയും അനുസ്മരിക്കുമ്പോൾ അറിയാം, ഓരോ ലീലയിലും ഇതൊരു കുഞ്ഞാണ്, കൃഷ്ണൻ എൻ്റെ കുഞ്ഞാണെന്ന് യശോദ വിചാരിക്കുന്നിടത്തൊക്കെ കൃഷ്ണൻ ഓർമ്മിപ്പിച്ചു കൊടുക്കും, ഞാൻ കുഞ്ഞൊന്നുമല്ല, ഓർമ്മിപ്പിച്ചു കൊടുക്കും. അങ്ങനെ 4 തൃക്കൈകളോടും കൂടിയിട്ട് അവിടെ അവതരിച്ചു. വക്ഷസ്ഥലീ സുഖനിലീന വിലാസി ലക്ഷ്മി മന്ദാക്ഷലക്ഷിത കടാക്ഷ വിമോക്ഷഭേദൈ തന്മന്ദിരസ്യ ഖലകം സകൃതാമലക്ഷ്മീ ഉന്മാർജയന്നിവ വിരേജിത വാസുദേവ. ആ കാരാഗൃഹത്തിന് കംസനെ കൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവിടെ അത് അവതരിച്ചത്. എങ്ങനെയാണ്? ലക്ഷ്മിയോട് കൂടിയിട്ടാണ്. വക്ഷസ്ഥലീ സുഖനിലീന വിലാസി ലക്ഷ്മി. മാറിടത്തില് ഉറപ്പിച്ചു വെച്ച ലക്ഷ്മി ദേവിയോട് കൂടിയിട്ടാണ് അവതാരം. അംഗാസംഗാ സദാശ്രീ. സദാസമയം ലക്ഷ്മിയോട് കൂടി തന്നെയാണ് ഭഗവാന്റെ അവതാരം. അങ്ങനെ ലക്ഷ്മിയോടുകൂടി അവതരിച്ചു. എന്തിനാ ലക്ഷ്മിയുടെ കൂടെ വന്നത്? കംസൻ കാരണം എന്തെങ്കിലും അലക്ഷ്മി അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോണം, അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ അവതരിച്ചത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ശൗരിസ്തു ധീരമുനിമണ്ഡലചേതസോഭി ദൂരസ്ഥിതം വപുരുദീക്ഷ്യ നിചേക്ഷണാഭ്യം ആനന്ദബാഷ്പുളഗോദ്ഗമഗദ്ഗദാർദ്രസ്പുഷ്ടാവ ദൃഷ്ടിമകരന്തര സംഭവന്തം. ആ വസുദേവൻ, അദ്ദേഹം എങ്ങനെയുള്ള ആളാ? ധീരമുനിമണ്ഡല ചേതസനാണ്. ധീരന്മാരായ, മനസ്സിനെ വേണ്ട വിധം ഉറപ്പിച്ച, ശമാധികളൊക്കെ സിദ്ധിച്ച മഹർഷിമാരെ പോലെയുള്ള മനസ്സാണ് വസുദേവൻ്റേത്. അത്രയ്ക്ക് യോഗീശ്വരനാണ് വസുദേവൻ. അങ്ങനെയുള്ള വസുദേവൻ പോലും ഇദ്ദേഹത്തിന്റെ ഈ ശരീരം കണ്ടപ്പോ, ഇദ്ദേഹത്തിന്റെ ഈ അവതാര മാഹാത്മ്യം കണ്ടപ്പോ ആനന്ദ ബാഷ്പുളഗോദ്ഗമഗദ്ഗദാർദ്ര, സന്തോഷം കൊണ്ട് കണ്ണുനീരണിഞ്ഞ് രോമാഞ്ചം പൂണ്ടുപോയി ആ വസുദേവര് പോലും. ഇത് ഭക്തിയുടെ ചില ലക്ഷണങ്ങളാണ്. ഭക്തിയുടെ ലക്ഷണങ്ങളാണ്. ഭക്തി ഇതല്ല, ഭക്തിയുടെ ലക്ഷണങ്ങളാണ് ഈ കണ്ടതൊക്കെ. എത്ര മനസ്സുറച്ചവരാണെങ്കിലും ഉള്ളിൽ എന്തുണ്ടാവണം? ചിത്താർദ്രത്വം ഉണ്ടാവണം. ആ ചിത്താർദ്രത്വം ഉണ്ടായാൽ അത് ഭക്തി കൊണ്ട് മാത്രമേ ഉണ്ടാവൂ. അങ്ങനെ ഉണ്ടായാൽ ഈ പറഞ്ഞ വികാരങ്ങളൊക്കെ ഉണ്ടാവും. ആനന്ദബാഷ്പുളഗോദ്ഗമഗദ്ഗദാർദ്ര,
തുഷ്ടാവ, എന്നിട്ട് സ്തുതിക്കാൻ തുടങ്ങി. ദൃഷ്ടിമകരന്തര സംഭവന്തം, കണ്ണിന് തേൻകുഴമ്പ് പോലെയുള്ള ആ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. എങ്ങനെയൊക്കെയാ സ്തുതിച്ചത്? ദേവപ്രസീദ പരപൂരുഷ താപവല്ലീ നിർലൂനിതാത്ര സമനേത്ര കലാവിലാസിൻ ഖേദാനപാഗുരു കൃപാഗുരുഭിക്കടാക്ഷൈഃ ഇത്യാദി തേന മുദിതേന ചിരം നുതോഭൂഃ. ഹേ പരപൂരുഷ, ആദ്യത്തെ സംബോധനയാണ്. അല്ലേ പരപൂരുഷ, അല്ലേ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ എന്നാണ് സംബോധന തന്നെ. എനിക്കറിയാം അങ്ങ് എൻ്റെ മുമ്പിൽ കാണിച്ചിരിക്കുന്ന ഈ രൂപം ഉണ്ടല്ലോ, ഇതൊന്നും അല്ല അങ്ങയുടെ രൂപം എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അങ്ങ് കാണിച്ചു തന്ന ഈ 4 കൈകളോട് കൂടിയുള്ള ഈ രൂപം ഇതല്ല അങ്ങയുടെ രൂപം എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. പ്രകൃതിക്ക് പോലും അപ്പുറത്തുള്ള അങ്ങയുടെ രൂപത്തെക്കുറിച്ച് ചിന്തിക്കാൻ മനസ്സുകൊണ്ട് യോഗികൾക്ക് പോലും സാധിച്ചിട്ടില്ല എന്ന് വരെ. അങ്ങനെയുള്ളതാണ് അങ്ങയുടെ യഥാർത്ഥ സ്വരൂപം. അങ്ങനെ നിഷ്കളമായ യാതൊരു വികാരങ്ങളും യാതൊരു ഗുണങ്ങളും ഒന്നുമില്ലാത്ത ഭഗവാന്റെ സ്വരൂപമാണ് ഇപ്പൊ എൻ്റെ മുമ്പിൽ കാണിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം അങ്ങ് ഈ കാണുന്നതല്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാം. ഹേ പരപൂരുഷ, അങ്ങ് പരമപുരുഷനാണ്, പ്രകൃതിക്ക് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ബോധസ്വരൂപനാണ്, ബോധസ്വരൂപനായ ബ്രഹ്മമാണ്. നിഷ്കളമായിട്ടുള്ള ഭഗവാന്റെ ഈ സ്വരൂപത്തെ അതിനെ അഭിസന്ധാനം ചെയ്യാൻ മനസ്സുകൊണ്ട് സാധിക്കില്ല. കാരണം നമ്മുടെയൊക്കെ ഇന്ദ്രിയങ്ങൾക്കും നമ്മുടെയൊക്കെ മനസ്സിനും ചില കഴിവുകേടുകളുണ്ട്. നിറമില്ലാത്ത ഒരു വസ്തുവിനെ കണ്ണിന് കാണാൻ പറ്റില്ല. വസ്തു ഉണ്ടെങ്കിലും വസ്തു ഇല്ലെങ്കിലും നിറമില്ലാത്ത രൂപമില്ലാത്ത വസ്തുവിനെ കണ്ണിന് കാണാൻ പറ്റില്ല. നമ്മുടെ ചെവിക്ക് കേൾക്കാൻ പറ്റിയ റേഞ്ചിലുള്ള ശബ്ദം അല്ലെങ്കിൽ നമ്മുടെ ചെവിക്ക് കേൾക്കാൻ പറ്റില്ല. ഇന്ദ്രിയങ്ങൾക്കൊക്കെ അതിൻ്റെതായ ചില പരിമിതികളുണ്ട്. മനസ്സിനുണ്ട് ചില പരിമിതികൾ. മനസ്സിൽ വിചാരം ചെയ്യണമെങ്കിൽ എന്തു വേണം? അതിനൊരു രൂപമൊക്കെ വേണം. ഇതൊന്നുമില്ലാത്ത സച്ചിദാനന്ദമായിട്ടുള്ള ബ്രഹ്മത്തെ എങ്ങനെ ധ്യാനിക്കും? യോഗീന്ദ്രന്മാർക്ക് പോലും പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ എങ്ങനെ ഈ ഭഗവാനെ കുറിച്ച് ധ്യാനിക്കും? കൃഷ്ണനെ ധ്യാനിക്കും. കൃഷ്ണൻ എന്താന്ന് പറഞ്ഞു? നിഷ്കളസ്വരൂപമായ ബ്രഹ്മമാണ്, സത്താനന്ദാത്മകമായിട്ടുള്ള ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തെ ധ്യാനിക്കുക ഈ മനസ്സുകൊണ്ട് സാധിക്കില്ല. പിന്നെ എന്താ വഴി? അതിനാണ് ഭഗവാൻ ഈ രൂപം സ്വീകരിച്ചത്, ഭഗവാനായത്. ബോധസ്വരൂപമായിട്ടുള്ള ബ്രഹ്മസ്വരൂപമായിട്ടുള്ള ഭഗവാനെ വിചാരം ചെയ്യാൻ മനസ്സുകൊണ്ട് സാധിക്കാത്തത് കൊണ്ട് മനസ്സുകൊണ്ട് വിചാരം ചെയ്യാൻ പാകത്തിലുള്ള സ്വരൂപത്തോടെ, മനസ്സുകൊണ്ട് വിചാരം ചെയ്യാൻ പാകത്തിലുള്ള ഗുണങ്ങളോടെ ആണ് ഭഗവാന്റെ അവതാരം. പരപൂരുഷ, അങ്ങ് പരപൂരുഷനാണ്. പക്ഷേ എനിക്കറിയാം അങ്ങയുടെ സ്വരൂപം ഇതല്ല. എങ്കിലും അങ്ങയുടെ ഈ സ്വരൂപമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ മന്ദാധികാരികളായിട്ടുള്ള നമുക്കൊക്കെ ഈ സകല സ്വരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് മാത്രമേ നിഷ്കള സ്വരൂപമായ ബ്രഹ്മം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. യോഗികൾക്ക് പോലും സാധിക്കാറില്ല നിഷ്കള സ്വരൂപത്തെ നേരിട്ട് പറഞ്ഞു തരാൻ. ഇന്ന് വരെ എത്രയോ ഉപനിഷത്തുകൾ, എത്രയോ വേദാന്തവാക്യങ്ങൾ, എത്രയോ വേദാന്ത സൂത്രങ്ങൾ, എത്രയോ വേദവാക്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്നിൽ പോലും പറഞ്ഞു തന്നിട്ടില്ല ബ്രഹ്മം എങ്ങനെ ഇരിക്കും, പറഞ്ഞു തന്നിട്ടില്ല. ഒക്കെ തടസ്സ ലക്ഷണങ്ങളെ പറയും. സ്വരൂപലക്ഷണം പറയാൻ വാക്കില്ല. അപ്പൊ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ വിചാരം ചെയ്യാനോ പറയാനോ സാധിക്കാത്തതാണ് ബ്രഹ്മത്തിന്റെ സ്വരൂപം.
അങ്ങനെയാണെങ്കിൽ പിന്നെ ആരും ഭഗവാനെ കുറിച്ചൊന്നും പറയാതെ പോയാലോ? അതുകൊണ്ടാണ് നിഷ്കള സ്വരൂപത്തെ മാറ്റി സകള സ്വരൂപത്തിൽ ഭഗങ്ങളോടുകൂടി 6 ഭഗങ്ങളോടുകൂടി ഭഗവാൻ ഈ രൂപത്തിൽ മുൻപിലേക്ക് അവതരിച്ചത്. അങ്ങനെ മുൻപിലേക്ക് അവതരിച്ച ഭഗവാനെയാണ് അദ്ദേഹം സ്തുതിക്കുക. യ ആത്മനോ ദൃശ്യഗുണേഷു സന്നിധി വ്യവസ്ഥ്യത്തെ സ്വവ്യതിരേകതോ ബുധഃ. യഹ ആത്മനഃ ദൃശ്യഗുണേഷു സന്നിധി. ദൃശ്യങ്ങളായിട്ടുള്ള അവനവന്റെ ഗുണങ്ങളുണ്ടല്ലോ, ആ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് എന്ന് വിചാരിക്കുന്നവൻ ആരാണോ, ദൃശ്യമായിട്ട് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഗുണങ്ങളൊക്കെ ഉള്ളതാണ്, സത്താണ് എന്ന് വിചാരിക്കുന്നവൻ ആരാണോ, സ്വവ്യതിരേകതഃ, അതിൽ നിന്ന് സ്വം അവനവനെ മാറ്റി നിർത്തുന്നവൻ ആരാണോ അവൻ അബുധനാണ്, അറിവില്ലാത്തവനാണ്. അവനവനെ മാറ്റി നിർത്തിയിട്ട് ബ്രഹ്മമാകുന്ന ആത്മാവിനെ അവനവനെ മാറ്റി നിർത്തിയിട്ട് മറ്റുള്ള ഗുണങ്ങളിലൊക്കെ മനസ്സാണ് ഞാൻ, ഇന്ദ്രിയമാണ് ഞാൻ, ഈ ദേഹമാണ് ഞാൻ, ഈ ജീവനാണ് ഞാൻ എന്നിങ്ങനെ അവനവനല്ലാത്ത മറ്റെല്ലാത്തിലും ഉണ്ട് എന്ന് വിചാരിച്ചിരിക്കുന്ന നമ്മളെയൊക്കെയാണ് പറഞ്ഞത് അബുധഃ, അബുധന്മാരാണ്. അങ്ങനെയുള്ളവർക്കൊന്നും വിചാരം ചെയ്യാൻ സാധിക്കില്ല ഭഗവാനെ. അതുകൊണ്ടാണ് ഭഗവാൻ നമുക്ക് ദൃശ്യമായ ഗുണങ്ങളോട് കൂടി അവതരിച്ചു തന്നത്, ദൃശ്യമായ എല്ലാ ഗുണങ്ങളോടും കൂടി. അങ്ങനെയാണ് ഭഗവാന്റെ കൃഷ്ണാവതാരം. സകലതും അതിമോഹനമാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഇതൊക്കെ നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാനിലേക്ക് മനസ്സിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒറ്റ ഉദ്ദേശ്യത്തിലാണ് ഈ രൂപം സ്വീകരിച്ച് ഇവിടെ വന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി അത് കഴിഞ്ഞപ്പോ ഇങ്ങനെ ശൗരിയുടെ സ്തുതിയൊക്കെ കഴിഞ്ഞപ്പോ ദേവകി അദ്ദേഹത്തെ സ്തുതിച്ചു. രൂപം യത്തപ്രാഹുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതിർനിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാത് വിഷ്ണു അധ്യാത്മദീപ. എത്ര ഭംഗിയുള്ള വാക്കാണ്. അധ്യാത്മദീപമാണ്. അവനവനെ കാണാനുള്ള വിളക്കാണത്രേ ഭഗവാൻ. അവനവനെ കാണാൻ നമുക്ക് വിളക്ക് വേണ്ടി വരുന്നുണ്ട്. പുറത്തേക്ക് കാണാൻ നമ്മൾ വിളക്കുകൊണ്ട് ചുറ്റി നടന്ന് മുഴുവൻ കാണും. അകത്തേക്ക് കാണാനുള്ള വിളക്ക് അതെന്താ? അത് വിഷ്ണുഹു, ഭഗവാനെ സ്വീകരിക്കൂ. അകത്തുള്ള ഇരുട്ടുണ്ടല്ലോ, ആ ഇരുട്ടിനകത്ത് ഭഗവാനെ കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അധ്യാത്മദീപമായിട്ടുള്ള വിഷ്ണുവിനെ തന്നെ സ്വീകരിച്ചുകൊണ്ട് അകത്തേക്ക് പോയിക്കോ, അപ്പൊ കാണാൻ പറ്റും. അങ്ങനെയുള്ള ഭഗവാനെയാണ് ദേവകി സ്തുതിച്ചത്. ഇങ്ങനെ മാതാപിതാക്കളുടെ സ്തുതിയൊക്കെ കേട്ടു. എന്നിട്ട് ദേവകി പ്രാർത്ഥിച്ചു, ഈ രൂപത്തിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ട് അങ്ങൊരു സാധാരണ രൂപം സ്വീകരിച്ച് എനിക്ക് ലാളിക്കാൻ പാകത്തിലുള്ള ഒരു രൂപം സ്വീകരിച്ചു തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചപ്പോ ഭഗവാൻ എന്താ ചെയ്തത്? പ്രാചീന ജന്മയുഗളം പ്രതിബോധ്യതാഭ്യാം, അവരെ എന്ത് ചെയ്തു? അവരുടെ കഴിഞ്ഞ 2 ജന്മങ്ങളെ കുറിച്ച് അനുസ്മരിപ്പിച്ചു, ഓർമ്മിപ്പിച്ചു ഭഗവാൻ. ആദ്യത്തെ ജന്മത്തിൽ പൃഷ്ണിയും സുതപസ്സുമായിരുന്നു ദേവകി വസുദേവന്മാര്. അവര് ഭഗവാനെ തപസ് ചെയ്തു. ഭഗവാൻ അവരുടെ മുൻപിലേക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോ, അവരുടെ ഉള്ളിൽ ഭഗവാന്റെ രൂപം അങ്ങനെ നിറഞ്ഞു വന്നപ്പോ പ്രാർത്ഥിച്ചതെന്താ? ഭഗവാൻ തന്നെ പുത്രനായിട്ട് വരണേ എന്ന് 3 തവണ പ്രാർത്ഥിച്ചുപോയി. സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് ഒരു തവണ പറഞ്ഞപ്പോൾ തീർന്നില്ല, 3 തവണ പറഞ്ഞുപോയി. അങ്ങനെ 3 ജന്മങ്ങളിൽ ഭഗവാൻ ഇവരുടെ മകനായിട്ട് ജനിച്ചു. പൃഷ്ണിഗർഭനായിട്ട് ആദ്യം അവതരിച്ചു. രണ്ടാമത് കശ്യപനും അതിഥിക്കും മകനായിട്ട് വാമനനായിട്ട് അവതരിച്ചു. ഇതാ മൂന്നാമത്
നിങ്ങളുടെ മകനായിട്ട്, ദേവകീ വസുദേവന്മാരുടെ മകനായിട്ട് ഞാൻ വീണ്ടും അവതരിച്ചു. ഇനി ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ കൊള്ളാം. യുവാം പുത്രഭാവേന, നിങ്ങൾ എന്നെ എങ്ങനെ വേണം ചിന്തിക്കാൻ? എന്നെ പുത്രഭാവേന ചിന്തിക്കണം. എന്നെ പുത്രഭാവത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കണം, ചിന്തിക്കണം. മാത്രം പോരാ, ബ്രഹ്മഭാവേന ച അസകൃത്ത്. അസകൃത്ത്, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക്, ഒരു തവണയല്ല പല തവണ നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രഹ്മഭാവേന ച, ബ്രഹ്മഭാവത്തിലും കൂടി എന്നെ ചിന്തിക്കണം. ഭഗവാൻ സ്വയം മുൻപിൽ വന്ന് നിന്നപ്പോ, ഭഗവാൻ സ്വയം ഹൃദയത്തിൽ അവതരിച്ചു കഴിഞ്ഞപ്പോഴും ഇവർക്ക് ചോദിക്കാൻ തോന്നിയില്ല. എന്ത്? ഭഗവാന്റെ ബ്രഹ്മസ്വരൂപത്തെ അറിയാനുള്ള വരം ചോദിക്കാൻ തോന്നിയില്ല. മായ കൊണ്ട് മോഹിച്ചുപോയി ഭഗവാനെ പുത്രനായിട്ട് കിട്ടണം എന്നാ മോഹിച്ചത്. ഇപ്പൊ നമ്മുടെയൊക്കെ ഈ ബന്ധങ്ങളിൽ കിടക്കാണ്. അച്ഛൻ, അമ്മ, മകൻ, മകൾ, ഭാര്യ, ഭർത്താവ്, സുഹൃത്തുക്കള്, സഹോദരൻ, ബന്ധങ്ങളാണ്. ഭഗവാനോടും ഈ ദേവകി വസുദേവന്മാർക്ക് എന്താ തോന്നിയത്? ഈ ബന്ധമാണ് തോന്നിയത്. എൻ്റെ പുത്രൻ, എൻ്റെ മകനാണ്, എൻ്റെ മകനാണ്. ആ തോന്നല് ആദ്യമേ ഇല്ലാതെയാക്കണം. അതിനാണ് ഭഗവാൻ എങ്ങനെ വന്നത്? ചതുർബാഹുവായിട്ട് ദിവ്യസ്വരൂപം സ്വീകരിച്ച് വന്നത്. എന്നെ മകനായിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ വേണ്ട, എന്നെ ബ്രഹ്മമായിട്ട് ചിന്തിച്ചോളൂ. ബ്രഹ്മഭാവേന ച അസകൃത്ത്. ദേവകി വസുദേവന്മാർക്ക് പറ്റാതെ പോയ കാര്യം എന്താ? ഈ 2 ജന്മങ്ങളിലും, കഴിഞ്ഞ 2 ജന്മങ്ങളിലും ഭഗവാനെ ബ്രഹ്മമായിട്ട് സങ്കല്പിക്കാൻ, ചിന്തിക്കാൻ സാധിക്കാതെ പോയി. അതുകൊണ്ട് അതാ 3ാമതും ഒരു ജന്മം വേണ്ടി വന്നു. അവിടെ ഭഗവാന്റെ ഈ ദിവ്യസ്വരൂപം കൂടി കാണേണ്ടി വന്നു, ഭഗവാനെ ബ്രഹ്മസ്വരൂപത്തിൽ ചിന്തിക്കാൻ. ഇപ്പൊ നിങ്ങൾ എന്നെ പ്രാർത്ഥിച്ച ആ ബ്രഹ്മസ്വരൂപം ഉണ്ടല്ലോ, അങ്ങനെ തന്നെ അസകൃത്ത്, വീണ്ടും 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 ബ്രഹ്മസ്വരൂപത്തിൽ എന്നെ കുറിച്ച് ചിന്തിക്കൂ. യുവാം പുത്രഭാവേന ബ്രഹ്മഭാവേന ച സകൃത്ത് ചിന്തയന്തൗ കൃതസ്നേഹൗ യാസ്യേധേ മദ്ഗതിം പരാം. അതുകൊണ്ട് എന്ത് സംഭവിക്കും? മദ്ഗതിം പരാം, പരമമായ എൻ്റെ ഗതിയെ, പരമമായ എൻ്റെ അവസ്ഥയെ, പരബ്രഹ്മമാകുന്ന എൻ്റെ അവസ്ഥയെ പ്രാപിക്കും. ജീവൻ മുക്തത്വം എന്ന അവസ്ഥയെ പ്രാപിക്കും. പരമഹംസഗതിയെ നിങ്ങൾ പ്രാപിക്കും. എന്തു വേണം? എന്നെ പുത്രനായിട്ട് മാത്രം കണ്ടാ പോരാ, ബ്രഹ്മഭാവേന. ഇതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ മനുഷ്യനായിട്ടാണ് അവതരിച്ചതെങ്കിലും അവിടെ നമ്മുടെ മുമ്പിൽ ഭഗവാന്റെ ഭഗങ്ങളെ കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും. കൃഷ്ണാവതാരത്തിലെ ഓരോ ലീലയും കഴിയുമ്പോൾ നമുക്ക് തോന്നും ഭഗവാൻ മനുഷ്യനല്ല, ഭഗവാൻ മനുഷ്യനല്ല, ഇദ്ദേഹം ബ്രഹ്മമാണ്, ബ്രഹ്മമാണ് എന്ന് തോന്നിക്കൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാ? അങ്ങനെ ബ്രഹ്മമാണെന്നുള്ള ഭാവന നമുക്കുണ്ടായില്ല എങ്കിൽ വീണ്ടും 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 ബന്ധങ്ങളിലേക്കാവും. ഭഗവാൻ അവതരിച്ചതിന്റെ ഉദ്ദേശ്യം തന്നെ ബന്ധങ്ങൾ ഇല്ലാതെയാക്കാൻ. അപ്പോൾ വീണ്ടും ബന്ധങ്ങളിലേക്ക് പോവാതെ ബന്ധങ്ങൾ ഇല്ലാതെയാക്കാൻ എന്താ വഴി? ബ്രഹ്മഭാവേന ച സകൃത്. ബ്രഹ്മഭാവത്തിലും കൂടി എന്നെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചിന്തിക്കണം. ഇനി അങ്ങോട്ടുള്ള കൃഷ്ണന്റെ ലീലകളെല്ലാം, ഭഗവാന്റെ ലീലകളെല്ലാം ഈ പറഞ്ഞ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറഞ്ഞ നിഷ്കളസ്വരൂപമാണ് കൃഷ്ണൻ എന്ന വാദത്തെ അടിവരയിട്ട് ഉറപ്പിക്കാനുള്ളതാണ് ഓരോ ലീലകളും. അങ്ങനെ കൃഷ്ണന്റെ ഈ അവതാര ഭാഗത്തെ, കൃഷ്ണന്റെ ബ്രഹ്മസ്വരൂപമായിട്ടുള്ള ഈ അവതാര ഭാഗത്തെ ആണ് നാരായണീയത്തിൽ ഈ 3 ദശകത്തിലായിട്ട് അനുസ്മരിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് നാരായണീയത്തിലെ ഏറ്റവും കൂടുതൽ ദശകങ്ങൾ മേൽപ്പത്തൂർ വിനിയോഗിച്ചത്. ഈ ഭാഗങ്ങളെ, ഈ ഭാവങ്ങളെ മനോഹരമായിട്ട് വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് തൻ്റെ ശാസ്ത്ര പാണ്ഡിത്യവും തൻ്റെ കവിപ്രതിഭയും മുഴുവൻ മേൽപ്പത്തൂർ വിനിയോഗിച്ച് ഭഗവാങ്കലേക്ക് സമർപ്പിച്ചത്. ഓരോന്നും ഓരോ ദശകവും അവസാനം ഭഗവാനിലേക്ക് സമർപ്പിക്കുകയാണ്.
അങ്ങനെയുള്ള വാതാലയാധീശ്വര, അങ്ങനെയുള്ള വാതാലയാധീശ്വര, എങ്ങനെ ഇതൊക്കെ ഞാൻ സ്തുതിക്കുന്നതാണ്. എൻ്റെ വാക്കുകൊണ്ടുള്ള, എൻ്റെ മനസ്സുകൊണ്ടുള്ള ഈ സ്തുതിയൊക്കെ അങ്ങയിലേക്കാണ്. ഈ ചിത്താർദ്രത്വം മേൽപ്പത്തൂര് നേടിയെടുത്തത് ഭക്തി കൊണ്ടാണ്. അപ്പോ കൃഷ്ണന്റെ ഈ അവതാരം, ഭഗവാന്റെ ഈ അവതാരം, നിഷ്കളസ്വരൂപമായ ബ്രഹ്മത്തിന്റെ സകല സ്വരൂപത്തിലുള്ള ഈ അവതാരം കാരാഗൃഹത്തിലല്ല നടക്കേണ്ടത്, നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ നടക്കണമെങ്കിൽ എന്ത് വേണം? ചിത്താർദ്രത്വം ഉണ്ടായിരിക്കണം, ചിത്താർദ്രീഭാവം ഉണ്ടായിരിക്കണം. അതിന് എന്തേയുള്ളൂ വഴി? ഭക്തിയല്ലാതെ മറ്റൊന്നില്ല എന്നാണ് ആദ്യം മുതലേ മേൽപ്പത്തൂര് പറഞ്ഞു വെച്ചത്. ഭക്തിയല്ലാതെ മറ്റൊന്നും ഈ ചിത്താർദ്രീഭാവം ഉണ്ടാവാൻ വേറെ ഇല്ല. അത് ഇനി ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചോദിക്കും, ശാന്തി മൃതേ കുതസുഖം, ശാന്തി ഇല്ലാതെ എന്ത് സുഖം? അപ്പോ നമുക്ക് വേണ്ടത് എന്താണ്? ഈ ചിത്താർദ്രീഭാവം, സത്വഗുണങ്ങളാണ് നമുക്ക് വേണ്ടത്. അതാണ് ഭക്തിയുടെ ലക്ഷണം. ഭക്തി ഉണ്ട് ഒരാൾക്ക് എന്ന് മനസ്സിലാവുന്നത് എവിടെയാണ്? ഈ ചിത്താർദ്രീഭാവത്തെ കണ്ടിട്ട്, ഈ സത്വഗുണങ്ങളെ കണ്ടിട്ടാണ് ഒരാൾക്ക് ഭക്തി ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഭക്തിയുള്ള ഹൃദയത്തിൽ, ആ ഭക്തി കൊണ്ട് ആർദ്രമായിരിക്കുന്ന ഹൃദയത്തിൽ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, കൃഷ്ണൻ സ്വയം ഭഗവാനായിട്ട് അവതരിക്കും. ഒരു കാരണവും വേണ്ട, ഏതെങ്കിലും ഒരു പ്രത്യേക നിമിത്തത്തിന് വേണ്ടിയല്ല, യാതൊരു കാരണവുമില്ലാതെ സ്വയമേവ ഭഗവാൻ അവതരിക്കും. അങ്ങനെ അവതരിക്കാൻ നമുക്കൊക്കെ യോഗമുണ്ടാവട്ടെ. അതിന് പാകത്തിന് നമ്മുടെയൊക്കെ മനസ്സ് ആർദ്രമായിട്ട് തീരട്ടെ. ഇങ്ങനെയുള്ള സത്സംഗങ്ങളുടെ ഉദ്ദേശ്യം തന്നെ മറ്റൊന്നല്ല, ചിത്താർദ്രീഭാവം ഉണ്ടാക്കലാണ്. അതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. അങ്ങനെയുള്ള ചിത്തത്തിലേക്ക് ഭഗവാൻ സ്വയം കൃഷ്ണനായിട്ട്, നിഷ്കള സ്വരൂപമായ ബ്രഹ്മമായിട്ട് അവതരിക്കട്ടെ. ഇന്ന് ഈ കൃഷ്ണാവതാരം എന്ന ഈ ഭാഗം ഇവിടെ അനുസ്മരിച്ച് സമർപ്പിക്കുകയാണ്. ഇത്രയും നേരം എൻ്റെ ഈ ലഘുവാക്കുകളെ ആദരപൂർവ്വം ശ്രവിച്ച എല്ലാ സജ്ജനങ്ങളോടും എൻ്റെ അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും ഞാനിവിടെ അറിയിക്കുകയാണ്. ഇത്രയൊക്കെ വാക്കുകൾ എൻ്റെ ഉള്ളിൽ നിന്ന് വരാൻ സഹായിച്ച ഗുരുക്കന്മാര്, അവരുടെയൊക്കെ പാതാരവിന്ദങ്ങളിലേക്ക് ഈ വാക്കുകളെയൊക്കെ അർച്ചിച്ചുകൊണ്ട്, സൂര്യനിൽ നിന്ന് കിട്ടിയ വെളിച്ചം കൊണ്ട് സൂര്യനെ തന്നെ ദീപാരാധന നടത്തുന്നത് പോലെ അവിടെ നിന്ന് ലഭിച്ച ഭഗവാന്റെ കാരുണ്യം കൊണ്ടും ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടും ലഭിച്ച ഈ വാക്കുകളെയൊക്കെ അവരുടെ തന്നെ പാതാരവിന്ദങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ.